കൊടുങ്കാറ്റ് വീശിയടിക്കുന്ന ഒരു ഇരുണ്ട രാത്രി സങ്കൽപ്പിക്കുക. ആകാശം കറുത്തിരുണ്ടിരിക്കുന്നു. ഭയാനകമായ ഇടിമുഴക്കം ഭൂമിയെ വിറപ്പിക്കുന്നു. ചുറ്റുമുള്ള വൻമരങ്ങൾ പോലും കാറ്റിന്റെ ശക്തിയിൽ വേരോടെ പിഴുതെറിയപ്പെടുന്നു. പ്രകൃതി അതിന്റെ ഏറ്റവും രൗദ്രമായ ഭാവത്തിൽ താണ്ഡവമാടുകയാണ്. എന്നാൽ ആ കൊടുങ്കാറ്റിന്റെ മധ്യത്തിൽ യാതൊരു കുലുക്കവുമില്ലാതെ തലയുയർത്തി നിൽക്കുന്ന ഒരു പർവ്വതമുണ്ട്. എത്ര വലിയ കാറ്റിനോ മഴയ്ക്കോ ഇടിമിന്നലിനോ അതിനെ ഒരു തരി പോലും ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല. മനുഷ്യന്റെ മനസ്സ് ഈ പർവ്വതം പോലെയാകണം. പുറത്ത് എത്ര വലിയ കോലാഹലങ്ങൾ നടന്നാലും, ജീവിതത്തിൽ എത്ര വലിയ തകർച്ചകളുണ്ടായാലും, ഉള്ളിൽ അചഞ്ചലമായ ശാന്തത കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിനു ചുറ്റും എപ്പോഴും ഒരു വല്ലാത്ത ആകർഷണമുണ്ടാകും. ഈ ലോകത്ത് നാം കാണുന്ന ബാഹ്യമായ സൗന്ദര്യങ്ങൾക്കൊന്നും കാലത്തിന്റെ കുത്തൊഴുക്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്നാൽ ആന്തരികമായി കരുത്തുള്ള ഒരുവന്റെ വ്യക്തിത്വം കാലം കഴിയുന്തോറും കൂടുതൽ തിളക്കമുള്ളതായി മാറുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിന്റെ മണ്ണിലൂടെ നടന്ന ഒരു മഹാനായ സന്യാസിയുണ്ടായിരുന്നു. കൗടില്യനെന്നും വിഷ്ണുഗുപ്തനെന്നും ചരിത്രം രേഖപ്പെടുത്തിയ സാക്ഷാൽ ചാണക്യൻ. അദ്ദേഹത്തിന്റെ ചിന്തകൾ കേവലം രാജനീതിയിലോ അർത്ഥശാസ്ത്രത്തിലോ മാത്രം ഒതുങ്ങിനിൽക്കുന്ന ഒന്നായിരുന്നില്ല. മറിച്ച് മനുഷ്യന്റെ മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്താമെന്നും ജീവിതത്തിലെ സങ്കീർണമായ പ്രതിസന്ധികളെ എങ്ങനെ ധീരമായി നേരിടാമെന്നും അദ്ദേഹം ലോകത്തിന് കാണിച്ചുകൊടുത്തു. ഇന്നത്തെ ആധുനിക കാലത്ത് ആകർഷകത്വം എന്നത് കേവലം ബാഹ്യമായ സൗന്ദര്യമാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. വിലകൂടിയ വസ്ത്രങ്ങളോ സമൂഹമാധ്യമങ്ങളിലെ ആയിരക്കണക്കിന് അംഗീകാരങ്ങളോ അല്ല ഒരാളെ ശരിക്കും ആകർഷകമാക്കുന്നത്. ഒരാളുടെ യഥാർത്ഥ സൗന്ദര്യം കുടികൊള്ളുന്നത് അയാളുടെ വ്യക്തിത്വത്തിലാണ്, അയാളുടെ മാനസികമായ അതിരില്ലാത്ത കരുത്തിലാണ്. നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ദിനംപ്രതി നിയന്ത്രിക്കുന്ന ചില അദൃശ്യമായ ശീലങ്ങളുണ്ട്. ആ ശീലങ്ങളെ സ്വന്തമാക്കിയാൽ നിങ്ങളെ വീഴ്ത്താൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. നിങ്ങൾ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. ആ ശീലങ്ങളിലേക്കും ചാണക്യന്റെ ആഴമേറിയ തത്വചിന്തകളിലേക്കുമാണ് നാം ഇന്ന് യാത്ര തിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ മനുഷ്യന് പ്രാവർത്തികമാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമായ ഒന്നാമത്തെ ശീലം വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ പുറത്തല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് ചാണക്യൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. കോപം, ഭയം, അമിതമായ സന്തോഷം, അടക്കാനാവാത്ത സങ്കടം എന്നിവ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ മറച്ചുപിടിക്കുന്ന കറുത്ത മൂടുപടങ്ങളാണ്. നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ അതികഠിനമായ ദേഷ്യം വന്ന സമയത്ത് നിങ്ങളെടുത്ത ഏതെങ്കിലും ഒരു തീരുമാനം പിന്നീട് ശരിയാണെന്ന് നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായുമില്ല. കാരണം കോപത്തിന്റെ നിമിഷങ്ങളിൽ ചിന്തിക്കുന്നത് നിങ്ങളല്ല, മറിച്ച് നിങ്ങളെ ഭരിക്കുന്ന നിങ്ങളുടെ അന്ധമായ വികാരങ്ങളാണ്. കോപത്താൽ അന്ധനായ ഒരു മനുഷ്യന് മുന്നിലുള്ള അപകടങ്ങളെ കാണാൻ കഴിയില്ല. കോപം ഒരു കാട്ടുതീ പോലെയാണ്. അത് മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങളെത്തന്നെയാണ് ഉള്ളിൽ നിന്ന് ചുട്ടെരിക്കുന്നത്. നിങ്ങളുടെ ബന്ധങ്ങളെയും നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ ഭാവിയെയും ആ ഒറ്റ നിമിഷത്തെ കോപമില്ലാതാക്കും. വികാരങ്ങളുടെ അടിമയായി ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു നല്ല നേതാവാകാനോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനോ കഴിയില്ല. അതുപോലെ തന്നെയാണ് അമിതമായ സന്തോഷവും. അമിതമായ സന്തോഷം തോന്നുമ്പോൾ നമ്മൾ പലർക്കും പല വലിയ വാഗ്ദാനങ്ങളും നൽകിയേക്കാം. ലോകം മുഴുവൻ നമ്മുടെ കാൽക്കീഴിലാണെന്ന തോന്നൽ ആ നിമിഷത്തിൽ നമുക്കുണ്ടാകും. എന്നാൽ ആ സന്തോഷത്തിന്റെ ലഹരി ഇറങ്ങിക്കഴിയുമ്പോൾ ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ നാം വലിയ കുറ്റബോധം അനുഭവിക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ വിലയിടിയാൻ അത് കാരണമാകുന്നു. ഭയം നമ്മെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന്, നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരുന്നതിൽ നിന്ന് എപ്പോഴും പിന്തിരിപ്പിക്കുന്നു. ഇതെല്ലാം വികാരങ്ങൾ നമ്മുടെ യുക്തിബോധത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഒരു മനുഷ്യൻ എപ്പോഴാണ് മറ്റുള്ളവരുടെ കണ്ണിൽ ശരിക്കും ആകർഷകനാകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചുറ്റുപാടും പ്രശ്നങ്ങൾ കത്തിപ്പടരുമ്പോഴും എല്ലാവരും പരിഭ്രാന്തരായി പരക്കം പായുമ്പോഴും ഒട്ടും പതറാതെ ശാന്തമായി നിന്ന് ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന ഒരാളെ കാണുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ അവരോടൊരു വലിയ ബഹുമാനം തോന്നും. ആ ആഴത്തിലുള്ള ബഹുമാനമാണ് യഥാർത്ഥ ആകർഷകത്വം. വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നതിനർത്ഥം ഒരു കല്ലുപോലെ വികാരശൂന്യനാകുക എന്നല്ല, മറിച്ച് നിങ്ങളുടെ വികാരങ്ങൾ എപ്പോൾ, എവിടെ, എങ്ങനെ പ്രകടിപ്പിക്കണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധമുണ്ടായിരിക്കുക എന്നതാണ്.
ഒരു വികാരം നിങ്ങളിൽ ഉണരുമ്പോൾ അതിനോട് പെട്ടെന്ന് പ്രതികരിക്കാതെ വെറുമൊരു നിമിഷം കാത്തിരിക്കുക. ആ ഒരു നിമിഷത്തെ മൗനം ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അപകടത്തിൽ നിന്നായിരിക്കും നിങ്ങളെ എന്നേക്കുമായി രക്ഷിക്കുന്നത്. നിങ്ങളൊരു വലിയ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുന്ന വ്യക്തിയാണെങ്കിൽ വഴിയിൽ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ പലരും പല രീതിയിലും ശ്രമിച്ചേക്കാം. നിങ്ങളുടെ സ്വപ്നങ്ങളെ അവർ പരിഹസിച്ചേക്കാം. നിങ്ങളുടെ കഴിവുകളെ അവർ നിരന്തരം ചോദ്യം ചെയ്തേക്കാം. അവിടെയെല്ലാം നിങ്ങളുടെ സമചിത്തത നഷ്ടപ്പെട്ടാൽ, നിങ്ങൾ അവരോട് തർക്കിക്കാൻ നിന്നാൽ, അത് നിങ്ങളുടെ ശത്രുക്കളുടെ വിജയമായി മാറും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ കടിഞ്ഞാൺ നിങ്ങളുടെ കൈകളിൽ തന്നെ സൂക്ഷിക്കുക. മറ്റൊരാളുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ നിങ്ങളുടെ സമാധാനം കെടുത്താൻ കഴിയുമെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവന്റെ നിയന്ത്രണം മറ്റാരുടെയോ കൈകളിലാണെന്നാണ്. ആ നിയന്ത്രണം തിരികെ പിടിക്കുക. നിങ്ങളുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും യജമാനൻ നിങ്ങൾ മാത്രമായിരിക്കണം. ഒരു നദി ഒഴുകി സമുദ്രത്തിൽ ചെന്ന് ചേരുന്നതുപോലെ എല്ലാ വികാരങ്ങളും ഒടുവിൽ നമ്മുടെ ഉള്ളിലെ ശാന്തതയിൽ ലയിച്ചുചേരണം. നദി ചിലപ്പോൾ കരകവിഞ്ഞൊഴുകാം, ചിലപ്പോൾ വറ്റിവരണ്ടുണങ്ങാം. എന്നാൽ സമുദ്രം എപ്പോഴും തന്റെ അതിരുകൾക്കുള്ളിൽ അത്യന്തം ശാന്തമായി നിലകൊള്ളുന്നു. എത്ര വലിയ നദികൾ വന്നു ചേർന്നാലും സമുദ്രത്തിന്റെ ആഴങ്ങളിലെ നിശബ്ദതയെ അതൊട്ടും ബാധിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സും ആ സമുദ്രം പോലെയാകണം. പുറത്തുനിന്നുള്ള സന്തോഷങ്ങളും സങ്കടങ്ങളും തിരമാലകൾ പോലെ വന്നും പോയുമിരിക്കാം. എന്നാൽ നിങ്ങളുടെ ഉള്ളിന്റെയുള്ളിൽ ആർക്കും തൊടാൻ കഴിയാത്ത ഒരു ശാന്തതയുടെ തുരുത്ത് നിങ്ങൾ സ്വയം സൃഷ്ടിച്ചെടുക്കണം. ഈ ശാന്തതയാണ് മാനസിക ശക്തിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഒരുമിച്ചു വരുമ്പോൾ ഭൂരിഭാഗം ആളുകളും തകർന്നുപോകും. അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ ഇതെന്റെ വിധിയെന്നു പറഞ്ഞ് ശ്രമങ്ങൾ ഉപേക്ഷിക്കും. എന്നാൽ മാനസികമായി കരുത്തുള്ള ഒരു വ്യക്തി പ്രതിസന്ധികളെ ഒരു പാഠമായി, ഒരു പുതിയ അവസരമായി കാണുന്നു. തന്റെ വികാരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അവന് സാധിക്കുന്നു. കോപം നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജം മുഴുവൻ ചോർന്നുപോകുന്നത് നിങ്ങൾക്കനുഭവപ്പെടാം. നിങ്ങളുടെ വാക്കുകൾക്ക് മൂർച്ച കൂടുന്നു, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് യുക്തി നഷ്ടപ്പെടുന്നു. ആ നിമിഷത്തിൽ നിങ്ങൾ ശത്രുവിനെയല്ല, നിങ്ങളെത്തന്നെയാണ് പരാജയപ്പെടുത്തുന്നത്. ചാണക്യന്റെ തത്വങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ശത്രുവിനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും മികച്ച ആയുധം നിങ്ങളുടെ പുഞ്ചിരിയും ശാന്തതയുമാണ് എന്ന്. നിങ്ങളുടെ പ്രതികരണം പ്രതീക്ഷിച്ചു നിൽക്കുന്ന ശത്രുവിനു മുന്നിൽ നിങ്ങൾ യാതൊരു വികാരവും പ്രകടിപ്പിക്കാതെ ശാന്തമായി നിലകൊള്ളുമ്പോൾ അവൻ ഭയപ്പെടാൻ തുടങ്ങുന്നു. നിങ്ങളുടെ മനസ്സ് വായിക്കാൻ കഴിയാത്തത് അവനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു. ഇതാണ് യഥാർത്ഥ അധികാരം. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവന് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരാളുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവരിൽ വല്ലാത്തൊരു സുരക്ഷിതത്വബോധം സൃഷ്ടിക്കും. നിങ്ങൾക്ക് ഈ അസാധാരണമായ മാനസികാവസ്ഥ സ്വന്തമാക്കണമെങ്കിൽ ആദ്യം സ്വയം നിരീക്ഷിക്കാൻ പഠിക്കണം. ഓരോ ദിവസവും നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങളെ ഒരു മൂന്നാമതൊരാളെപ്പോലെ നോക്കിക്കാണുക. ദേഷ്യം വരുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് സ്വയം തിരിച്ചറിയുക. ആ നിമിഷത്തെ തിരിച്ചറിവ് തന്നെ ആ വികാരത്തിന്റെ ശക്തി പാതിയായി കുറയ്ക്കാൻ സഹായിക്കും. കാലക്രമേണ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ ഈ മാറ്റം ശ്രദ്ധിക്കാൻ തുടങ്ങും. മുൻപ് ചെറിയ കാര്യങ്ങൾക്കുപോലും പൊട്ടിത്തെറിച്ചിരുന്ന നിങ്ങൾ ഇന്ന് എത്ര വലിയ പ്രതിസന്ധിയിലും തളരാതെ പതറാതെ നിൽക്കുന്നത് കാണുമ്പോൾ അവർ നിങ്ങളെ അത്ഭുതത്തോടെ നോക്കും. അവർ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി നിങ്ങളെ സമീപിക്കാൻ തുടങ്ങും. കാരണം നിങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളിൽ ആശ്രയിക്കാവുന്ന ഒരു വലിയ മരമായി മാറിക്കഴിഞ്ഞിരിക്കും. വികാരങ്ങളെ നിയന്ത്രിക്കുകയെന്ന ഈ ഒറ്റ ശീലം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ സങ്കൽപ്പിക്കാവുന്നതിലും അപ്പുറമാണ്. ഇത് നിങ്ങളെ കേവലം ഒരു സാധാരണ വ്യക്തിയെന്നതിൽ നിന്നും ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു ശക്തിയാക്കി മാറ്റും. ഈ യാത്രയുടെ തുടക്കം മാത്രമാണിത്. ഇനിയും അദൃശ്യമായ പല വലിയ ശീലങ്ങളും നമ്മൾ സ്വായത്തമാക്കേണ്ടതുണ്ട്. വികാരങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ ശീലിക്കുന്ന ഒരു വ്യക്തി സ്വാഭാവികമായും ചെന്നെത്തുന്ന അടുത്ത പടി മൗനത്തിന്റെ അഗാധമായ മഹത്വം തിരിച്ചറിയുക എന്നതാണ്. നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാക്കുന്ന രണ്ടാമത്തെ സുപ്രധാന ശീലം ഇതാണ്: കുറച്ചുമാത്രം സംസാരിക്കുക, എന്നാൽ കൂടുതലായി നിരീക്ഷിക്കാൻ പഠിക്കുക. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളതും അമൂല്യവുമായ കാര്യങ്ങൾക്കെല്ലാം ശബ്ദം വളരെ കുറവായിരിക്കും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വലിയ വനത്തിലൂടെ നടക്കുമ്പോൾ നിലത്തു വീഴുന്ന ഒരു ഉണങ്ങിയ ഇലയുടെ ശബ്ദം പോലും നമ്മൾ വ്യക്തമായി കേൾക്കാറുണ്ട്. എന്നാൽ ആ കാട്ടിലെ ലക്ഷക്കണക്കിന് വൻമരങ്ങൾ വളർന്നു വലുതാകുന്നത് യാതൊരു ശബ്ദവുമില്ലാതെയാണ്.
പ്രകൃതി അതിന്റെ ഏറ്റവും വലിയ സൃഷ്ടികളും മാറ്റങ്ങളും നടപ്പിലാക്കുന്നത് നിശബ്ദതയിലാണ്. അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതവും. അമിതമായി സംസാരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു നല്ല നിരീക്ഷകനാകാൻ കഴിയില്ല. നിങ്ങളുടെ നാവ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്കും കാതുകൾക്കും ചുറ്റുപാടുകളെ മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. നിങ്ങൾ എത്രത്തോളം സംസാരിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ മറ്റുള്ളവർക്കു മുന്നിൽ നിങ്ങളുടെ ദൗർബല്യങ്ങളും കുറവുകളും തുറന്നുകാട്ടുകയാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ വായിൽ നിന്നും വീഴുന്ന ഓരോ വാക്കും വില്ലിൽ നിന്നും തൊടുത്തുവിട്ട ഒരു അമ്പ് പോലെയാണ്. ഒരിക്കൽ അത് വില്ലിൽ നിന്നും വിട്ടുപോയാൽ പിന്നീട് എത്ര ആഗ്രഹിച്ചാലും അതിനെ തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കും നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ കൃത്യമായ അളവുകോലാണ്. യാതൊരു അർത്ഥവുമില്ലാതെ ആവശ്യത്തിലധികം സംസാരിക്കുന്ന ഒരാൾക്ക് ഈ സമൂഹത്തിൽ യാതൊരു വിലയും ബഹുമാനവും ലഭിക്കില്ല. വാചാലരായ ആളുകളെ സമൂഹം കേവലം ഒരു തമാശയായി മാത്രമേ കാണാറുള്ളൂ. എന്നാൽ ഒരു വലിയ സദസ്സിൽ തികച്ചും ശാന്തനായിരുന്ന് മറ്റുള്ളവർ പറയുന്നത് പൂർണ്ണമായും ശ്രദ്ധിക്കുന്ന ഒരാളെ ഒന്ന് സങ്കൽപ്പിക്കുക. അയാളുടെ കണ്ണുകൾ ചുറ്റുപാടുമുള്ള ഓരോ ചെറിയ ചലനങ്ങളെയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടാകും. മറ്റുള്ളവർ പറയുന്ന വാക്കുകൾക്ക് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശ്യങ്ങൾ, അവരുടെ ശരീരഭാഷ, അവരുടെ യഥാർത്ഥ വികാരങ്ങൾ എന്നിവയെല്ലാം ആ നിശബ്ദതയിൽ അയാൾക്ക് വ്യക്തമായി വായിച്ചെടുക്കാൻ കഴിയുന്നു. ഈ ഒരു വലിയ കഴിവ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങളെ ചതിക്കാനോ വീഴ്ത്താനോ ഈ ലോകത്ത് ആർക്കും സാധിക്കില്ല. കാരണം ആളുകൾ അവരുടെ യഥാർത്ഥ മുഖം പലപ്പോഴും വാക്കുകളിലൂടെയല്ല പുറത്തു കാണിക്കുന്നത്, മറിച്ച് അവരുടെ പെരുമാറ്റത്തിലെ വളരെ ചെറിയ പൊരുത്തക്കേടുകളിലൂടെയാണ്. നിങ്ങൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരിലെ ഈ സൂക്ഷ്മമായ കാര്യങ്ങൾ നിങ്ങൾക്കൊരിക്കലും കാണാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ ബുദ്ധിശക്തിയുടെ യഥാർത്ഥ ലക്ഷണം അയാൾ എന്തു പറയുന്നു എന്നതിലല്ല, മറിച്ച് അയാൾ എപ്പോൾ നിശബ്ദനാകണമെന്ന് അയാൾക്കറിയാമെന്നതിലാണ് എന്ന് ചാണക്യൻ എപ്പോഴും തന്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. നിശബ്ദത എന്നത് കേവലം ഒരു ശൂന്യതയല്ല, അതൊരു വ്യക്തമായ ഉത്തരമാണ്. ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയും നിങ്ങളുടെ ഈ നിശബ്ദത തന്നെയായിരിക്കും. തത്തകൾ എപ്പോഴും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പക്ഷികളാണ്. അവയെ മനുഷ്യർ കൂട്ടിലടച്ചു വളർത്തുന്നു. എന്നാൽ കഴുകന്മാർക്ക് ശബ്ദം കുറവാണ്. അവ ആകാശത്തിലെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ തനിച്ചാണ് പറക്കുന്നത്. നിങ്ങളുടെ ജീവിതവും ആ കഴുകനെപ്പോലെ ആയിരിക്കണം. ആളുകൾക്കെപ്പോഴും നിഗൂഢതകൾ നിറഞ്ഞ വ്യക്തിത്വങ്ങളോട് വല്ലാത്തൊരു ആകർഷണം തോന്നും. നിങ്ങൾ നിങ്ങളെക്കുറിച്ചെല്ലാം മറ്റുള്ളവരോട് തുറന്നു പറയുമ്പോൾ നിങ്ങളിലെ ആ നിഗൂഢത എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ്. ഒരിക്കലും ഒരു തുറന്ന പുസ്തകം പോലെയാകരുത് നിങ്ങളുടെ ജീവിതം. അതിലെ ചില താളുകൾ എപ്പോഴും മറ്റുള്ളവർക്ക് വായിക്കാൻ കഴിയാത്ത വിധം മറച്ചുവെക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും കഴിയണം. നിങ്ങൾ കുറച്ചുമാത്രം സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും ആളുകൾ വലിയ വില നൽകാൻ തുടങ്ങും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കേൾക്കാൻ അവർ ശരിക്കും കാത്തുനിൽക്കും. വാചാലനായ ഒരാൾ 100 വാക്കുകളിൽ പറയുന്ന കാര്യം മൗനം ശീലിച്ച ഒരാൾക്ക് കേവലം ഒറ്റ വാചകത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയും. ആ ഒരൊറ്റ വാചകത്തിന് ആ 100 വാക്കുകളേക്കാൾ വലിയ മൂർച്ചയുണ്ടായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ കേൾക്കാൻ പഠിക്കുക. അവരുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നും അവരുടെ തെറ്റുകളിൽ നിന്നും വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഈ നിരീക്ഷണം നിങ്ങളെ സഹായിക്കും. ഒരു യഥാർത്ഥ ബുദ്ധിമാൻ ഒരിക്കലും തന്റെ സ്വന്തം തെറ്റുകളിൽ നിന്നല്ല കാര്യങ്ങൾ പഠിക്കുന്നത്, മറിച്ച് മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നാണ്. കാരണം എല്ലാ തെറ്റുകളും സ്വയം ചെയ്തു പഠിക്കാൻ മാത്രം നീളമുള്ളതല്ല മനുഷ്യന്റെ ജീവിതം. ഈയൊരു ശീലം നിങ്ങളുടെ മാനസികമായ വളർച്ചയെ അതിവേഗത്തിലാക്കുകയും നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു കാന്തിക ശക്തി നൽകുകയും ചെയ്യും. മൗനത്തിന്റെ ഈ വലിയ പാഠത്തിൽ നിന്നും നാം സ്വാഭാവികമായും എത്തിച്ചേരുന്നത് ജീവിത വിജയത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ മൂന്നാമത്തെ ശീലത്തിലേക്കാണ്. നിങ്ങളുടെ രഹസ്യങ്ങൾ, നിങ്ങളുടെ ഭാവി പരിപാടികൾ എന്നിവ ഒരിക്കലും മറ്റാരോടും വെളിപ്പെടുത്താതിരിക്കുക. ചാണക്യൻ ലോകത്തിന് നൽകിയ ഉപദേശങ്ങളിൽ വെച്ച് ഏറ്റവും കഠിനമായതും എന്നാൽ ഏറ്റവും സത്യസന്ധവുമായ ഒരു വലിയ പാഠമാണിത്. നിങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യം നിങ്ങളുടെ ഉറ്റ സുഹൃത്തിനോടുപോലും പറയരുത് എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. കാരണം ആ സുഹൃത്തിനും മറ്റൊരു ഉറ്റ സുഹൃത്തുണ്ടായിരിക്കും. മനുഷ്യന്റെ മനസ്സ് എന്നത് വളരെ സങ്കീർണവും പ്രവചനാതീതവുമായ ഒന്നാണ്. ഇന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷിയായി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ നാളെ ഒരുപക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറില്ല എന്ന് ആർക്കും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല.
കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യരും അവരുടെ മനസ്സും മാറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റൊരാൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം അയാളുടെ കൈകളിലാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എപ്പോൾ വേണമെങ്കിലും ആ രഹസ്യം നിങ്ങളെ തകർക്കാനുള്ള ഒരു മൂർച്ചയേറിയ ആയുധമായി അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. മറ്റൊരാളുടെ കൈകളിൽ സ്വന്തം ജീവന്റെ താക്കോൽ ഏൽപ്പിക്കുന്നതിന് തുല്യമാണിത്. നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും അമിതമായി മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ഒരുപക്ഷേ ആ നിമിഷത്തിൽ നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകിയേക്കാം. ആളുകൾ നിങ്ങളെ പ്രശംസിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ സന്തോഷം നൽകുന്ന രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. എന്നാൽ ഈയൊരു പ്രശംസ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ ഊർജ്ജമില്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞു എന്നൊരു തെറ്റായ തോന്നൽ നിങ്ങളുടെ മനസ്സിന് അത് നൽകുന്നു. അതുവഴി നിങ്ങളുടെ പ്രയത്നത്തിന്റെ വേഗത കുറയുന്നു. മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരും അത് കേട്ട് ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവരല്ല. മനുഷ്യന്റെ വളരെ സഹജമായ ഒരു ദുസ്വഭാവമാണ് അസൂയ എന്നത്. നിങ്ങളുടെ വളർച്ചയിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവർ ഈ ലോകത്ത് വളരെ ചുരുക്കമായിരിക്കും. ഒരുപക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമായിരിക്കാം അങ്ങനെയുള്ളത്. മിക്കവരും നിങ്ങളുടെ പരാജയം കാണാനാണ് രഹസ്യമായി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പദ്ധതികൾ അവരുമായി പങ്കുവയ്ക്കുമ്പോൾ അറിയാതെ തന്നെ നിങ്ങൾ അവർക്ക് നിങ്ങളെ തകർക്കാനുള്ള വഴികൾ തുറന്നുകൊടുക്കുകയാണ്. അവർ അവരുടെ നിഷേധാത്മകമായ വാക്കുകളിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വേരോടെ പിഴുതെറിയാൻ ശ്രമിച്ചേക്കാം. ഇത് നിങ്ങളെക്കൊണ്ട് നടക്കാൻ പോകുന്നില്ല, ഇത് അസാധ്യമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ നിങ്ങളുടെ ഉള്ളിൽ സംശയത്തിന്റെ വിഷവിത്തുകൾ പാകും. ഒരു വിത്ത് മണ്ണിൽ പാകുമ്പോൾ നാം അത് മണ്ണിനടിയിൽ ഇരുട്ടിൽ ഒളിപ്പിച്ചുവെക്കുകയാണ് ചെയ്യുന്നത്. ആ ചെറിയ വിത്തിന് വളർന്നു വലുതാകാൻ ആ ഇരുട്ടും മണ്ണിലെ നിശബ്ദതയും അത്യന്താപേക്ഷിതമാണ്. ഓരോ ദിവസവും ആ മണ്ണ് മാറ്റി വിത്ത് എത്രത്തോളം വളർന്നു എന്ന് നോക്കിയാൽ ആ വിത്ത് ഒരിക്കലും മുളക്കില്ല. അത് അന്നുതന്നെ നശിച്ചുപോകും. നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഈ വിത്തുപോലെയാണ്. അത് നിങ്ങളുടെ ഉള്ളിലെ ആഴങ്ങളിൽ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കണം. നിങ്ങളുടെ പ്രയത്നങ്ങൾ തികച്ചും നിശബ്ദമായിരിക്കട്ടെ. പുറം ലോകം നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അറിയേണ്ടത് നിങ്ങളുടെ വാക്കുകളിലൂടെയല്ല, മറിച്ച് നിങ്ങളുടെ വലിയ വിജയത്തിന്റെ മാറ്റൊലിയിലൂടെയാകണം. നിങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നതുവരെ ഒരു സാധാരണക്കാരനെപ്പോലെ ജീവിക്കാൻ ശീലിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ആ ലക്ഷ്യത്തിലേക്കുള്ള അഗ്നി മറ്റാരും കാണാതെ കാത്തുസൂക്ഷിക്കുക. ഒരു ദിവസം നിങ്ങളുടെ വിജയം ഒരു വലിയ കൊടുങ്കാറ്റുപോലെ ലോകം മുഴുവൻ അറിയും. അന്ന് നിങ്ങളെ പരിഹസിച്ചവർ പോലും നിങ്ങളെ അഭിനന്ദിക്കാൻ നിർബന്ധിതരാകും. അതാണ് യഥാർത്ഥമായ വിജയം. രഹസ്യങ്ങൾ സ്വന്തം ഉള്ളിൽ സൂക്ഷിക്കാൻ കഴിയുക എന്നത് വലിയൊരു മാനസിക നിയന്ത്രണത്തിന്റെ ഭാഗമാണ്. അത് നിങ്ങളുടെ അതിശക്തമായ ഇച്ഛാശക്തിയെയാണ് കാണിക്കുന്നത്. തനിക്ക് ലഭിക്കുന്ന ഏതു വിവരവും സ്വന്തം പദ്ധതികളും തന്റെ മനസ്സിൽ തന്നെ അടക്കിവെക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ലോകം ഭയത്തോടെയും വലിയ ബഹുമാനത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. കാരണം അയാളെ എളുപ്പത്തിൽ വായിച്ചെടുക്കാൻ ഒരു ശത്രുവിനും കഴിയില്ല. അയാൾ തന്റെ നീക്കങ്ങൾ കരുക്കൾ നീക്കുന്ന ഒരു സമർത്ഥനായ ചതുരംഗ കളിക്കാരനെപ്പോലെ വളരെ കൃത്യതയോടെയും തികഞ്ഞ രഹസ്യമായും ചെയ്യുന്നു. നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും മറച്ചുവെക്കാൻ എപ്പോഴും ശ്രമിക്കുക. ഇരുട്ടിന്റെ മറവിൽ എത്ര കരഞ്ഞാലും പകൽ വെളിച്ചത്തിൽ ലോകത്തിനു മുന്നിലേക്കിറങ്ങുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ തോൽക്കാൻ തയ്യാറല്ലാത്ത ഒരു പോരാളിയുടെ തിളക്കം മാത്രമേ ഉണ്ടാകാവൂ. രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ ശീലിച്ച ഒരുവന്റെ മനസ്സ് ഒരു വലിയ ഇരുമ്പുകോട്ട പോലെ സുരക്ഷിതമായിരിക്കും. എന്നാൽ ആ കോട്ടയ്ക്കുള്ളിൽ വെളിച്ചം നിറയണമെങ്കിൽ അവിടെ അറിവിന്റെ ദീപം തെളിയേണ്ടതുണ്ട്. നിങ്ങളെ മാനസികമായി ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം ശക്തനാക്കുന്ന നാലാമത്തെ ശീലം ഇതാണ്: ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് വിദ്യാഭ്യാസമെന്നത് വിദ്യാലയങ്ങളുടെയോ സർവകലാശാലകളുടെയോ 4 തിരുകൾക്കുള്ളിൽ അവസാനിക്കുന്ന ഒന്നാണെന്നാണ്. കയ്യിലൊരു ബിരുദം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒന്നും പഠിക്കാനില്ല എന്ന് ചിന്തിക്കുന്നവരാണ് പലരും. എന്നാൽ യഥാർത്ഥ വിദ്യാഭ്യാസം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അറിവാണ് ഒരു മനുഷ്യന് സമ്പാദിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. നിങ്ങളുടെ കയ്യിലുള്ള സ്വർണമോ പണമോ ഭൂമിയോ എന്തു തന്നെയായാലും അത് ഒരുനാൾ മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ശത്രുക്കൾക്ക് അതൊക്കെ നിങ്ങളിൽ നിന്നും എളുപ്പത്തിൽ തട്ടിയെടുക്കാൻ കഴിഞ്ഞേക്കാം. ഭരണാധികാരികൾക്ക് അതിന്മേൽ വലിയ നികുതികൾ ചുമത്താം. നിങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങൾ പോലും അതിൽ അവകാശം ചോദിച്ചു നിങ്ങളുടെ മുന്നിൽ വന്നേക്കാം.
എന്നാൽ നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത അറിവ്, നിങ്ങളുടെ തലച്ചോറിലെ ആ അദൃശ്യമായ അക്ഷയഖനി, അത് ഈ ലോകത്ത് ആർക്കും നിങ്ങളിൽ നിന്നും മോഷ്ടിക്കാൻ കഴിയില്ല. നിങ്ങൾ എത്രത്തോളം അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നുവോ അത്രത്തോളം അത് നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ചാണക്യന്റെ തത്വങ്ങളിൽ ഏറ്റവും തിളക്കമുള്ള ഒരു പാഠം അറിവിനെക്കുറിച്ചുള്ളതാണ്. അറിവുള്ളവന് ഈ ലോകത്ത് എവിടെ പോയാലും അർഹിക്കുന്ന ബഹുമാനം ലഭിക്കും. ബാഹ്യമായ സൗന്ദര്യത്തെയും കുമിഞ്ഞുകൂടിയ സമ്പത്തിനെയും ലോകം എക്കാലത്തും ആദരവോടെ തലകുനിച്ചിട്ടുള്ളത് അറിവിനു മുന്നിലാണ്. കാലം കഴിയുന്തോറും സൗന്ദര്യം നശിച്ചുപോകും, സമ്പത്ത് ഒരുപക്ഷേ കൈവിട്ടുപോയേക്കാം. എന്നാൽ നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ വിവേകം, അത് പ്രായം കൂടുന്തോറും കൂടുതൽ മൂർച്ചയേറിയതായി മാറുന്നു. ഒരു കെട്ടിക്കിടക്കുന്ന ജലാശയം പെട്ടെന്ന് തന്നെ മലിനമാവുകയും അതിൽ ദുർഗന്ധം വമിക്കുകയും ചെയ്യും. എന്നാൽ സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദി എപ്പോഴും വളരെ ശുദ്ധമായിരിക്കും. മനുഷ്യന്റെ ബുദ്ധിയും ഇതുപോലെ തന്നെയാണ്. പുതിയ അറിവുകൾ തേടാത്ത ഒരുവന്റെ മനസ്സ് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ മലിനമായിത്തീരും. പഴയ ചിന്തകളിലും ജീർണിച്ച വിശ്വാസങ്ങളിലും അവൻ തളച്ചിടപ്പെടും. എന്നാൽ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ചിന്തകൾ ഒഴുകുന്ന തെളിഞ്ഞ നദി പോലെ എപ്പോഴും പുതുമയുള്ളതായിരിക്കും. ഓരോ ദിവസവും രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിനു മുൻപായി, ഇന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ പുതിയതായി എന്തു പഠിച്ചു എന്ന് സ്വയം ചോദിക്കുക. അത് വലിയ അക്ഷരങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകത്തിൽ നിന്നാകണമെന്നില്ല. ജീവിതത്തിലെ ഏറ്റവും ചെറിയ അനുഭവങ്ങളിൽ നിന്നാകാം. നിങ്ങൾ വഴിയിൽ കണ്ടുമുട്ടുന്ന സാധാരണക്കാരായ മനുഷ്യരിൽ നിന്നാകാം. അല്ലെങ്കിൽ പ്രകൃതിയിൽ സംഭവിക്കുന്ന ചെറിയ മാറ്റങ്ങളെ നിരീക്ഷിക്കുന്നതിൽ നിന്നാകാം. എവിടെ നിന്നാണെങ്കിലും അറിവ് സ്വീകരിക്കാനുള്ള ഒരു തുറന്ന മനസ്സ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അറിവുള്ള ഒരു മനുഷ്യൻ എപ്പോഴും വളരെ ശാന്തനായിരിക്കും. കാര്യങ്ങളെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ആ ശാന്തത അവനെ സഹായിക്കുന്നു. ആ ആഴത്തിലുള്ള ശാന്തതയിൽ നിന്നും ജനിക്കുന്ന അസാധാരണമായ ആത്മവിശ്വാസം അയാളുടെ മുഖത്ത് വലിയൊരു പ്രഭാവം സൃഷ്ടിക്കുന്നു. ആ പ്രഭാവമാണ് മറ്റുള്ളവരെ അയാളിലേക്ക് ഒരു കാന്തം പോലെ ആകർഷിക്കുന്നത്. ഇരുട്ടിൽ നിൽക്കുന്നവർ എപ്പോഴും വെളിച്ചമുള്ളിടത്തേക്ക് നോക്കുന്നതുപോലെ, പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർ എപ്പോഴും അറിവുള്ളവന്റെ അടുത്തേക്ക് ഉപദേശം തേടിവരും. എന്നാൽ നിങ്ങളുടെ തലച്ചോറിൽ എത്ര വലിയ അറിവുണ്ടെങ്കിലും നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ മോശമാണെങ്കിൽ ആ അറിവുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരു നല്ല വിത്ത് ഒരു പാറക്കെട്ടിലാണ് ചെന്ന് വീഴുന്നതെങ്കിൽ അതിനൊരിക്കലും അവിടെ മുളക്കാൻ കഴിയില്ല. ഇവിടെയാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അഞ്ചാമത്തെ ശീലത്തിന്റെ വലിയ പ്രസക്തി. നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളോട് ഏറ്റവും അടുപ്പമുള്ളവരെയും വളരെ സൂക്ഷ്മതയോടെ മാത്രം തിരഞ്ഞെടുക്കുക. ഒരു മനുഷ്യനെ അവന്റെ ചുറ്റുപാടുകൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന് വളരെ മനോഹരമായ ഒരു ഉദാഹരണമുണ്ട്. ആകാശത്തുനിന്നും പെയ്തിറങ്ങുന്ന ഒരു തുള്ളി മഴവെള്ളം ചുട്ടുപഴുത്ത ഒരു ഇരുമ്പിലേക്കാണ് വീഴുന്നതെങ്കിൽ അത് ഒരു നിമിഷം കൊണ്ടുതന്നെ ആവിയായി ഇല്ലാതാകും. യാതൊരു അടയാളവും അവശേഷിപ്പിക്കാതെ അത് നശിച്ചുപോകും. അതേ വെള്ളത്തുള്ളി ഒരു താമരയിലയിലാണ് വീഴുന്നതെങ്കിൽ അതൊരു മുത്തുപോലെ വളരെ മനോഹരമായി തിളങ്ങി നിൽക്കും. എന്നാൽ ആ ചെറിയ മഴത്തുള്ളി ചെന്ന് വീഴുന്നത് കടലിന്റെ അടിത്തട്ടിലെ ഒരു മുത്തുച്ചിപ്പിക്കുള്ളിലാണെങ്കിലോ അത് കാലക്രമേണ വിലമതിക്കാനാവാത്ത ഒരു യഥാർത്ഥ മുത്തായി മാറും. ഇവിടെ വെള്ളത്തുള്ളി ഒന്നുതന്നെയാണ്, എന്നാൽ അത് എവിടെ ചെന്നു ചേരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിന്റെ യഥാർത്ഥ മൂല്യം നിശ്ചയിക്കപ്പെടുന്നത്. നിങ്ങളും ഇതുപോലെ തന്നെയാണ്. നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നത് നിങ്ങൾ ആരുടെ കൂടെ നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നു എന്നതാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഏറ്റവും അടുത്ത 5 പേരുടെ ശരാശരിയാണ് നിങ്ങൾ എന്ന് എപ്പോഴും പറയാറുണ്ട്. എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന, മറ്റുള്ളവരെ എപ്പോഴും കുറ്റം പറയുന്ന, സ്വന്തം ജീവിതത്തിൽ യാതൊരു ലക്ഷ്യങ്ങളുമില്ലാത്ത ആളുകളുടെ കൂടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ എത്ര വലിയ കഴിവുള്ളവനായാലും നിങ്ങളും അവരിലൊരാളായി സാവധാനം അധപ്പതിക്കും. നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജം മുഴുവൻ അവർ വലിച്ചെടുക്കും. ദുശ്ശീലങ്ങളുള്ള ഒരാളുമായി ചങ്ങാത്തം കൂടുന്നത് ഒരു കരിപുരണ്ട പാത്രത്തെ കെട്ടിപ്പിടിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും നിങ്ങളുടെ ദേഹത്തും ആ കരി പുരളുക തന്നെ ചെയ്യും. ഒരു ദുർജനത്തേക്കാൾ നല്ലത് ഒരു കാട്ടുപാമ്പാണ് എന്നൊരു വചനമുണ്ട്. കാരണം കാട്ടുപാമ്പ് നിങ്ങളുടെ ജീവനു മാത്രമേ ഭീഷണിയാകുന്നുള്ളൂ. എന്നാൽ ദുർജനങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെയും നിങ്ങളുടെ ഭാവിയെയും നിങ്ങളുടെ തലമുറകളെയും എന്നേക്കുമായി നശിപ്പിക്കും. അവർ നിങ്ങളുടെ സ്വപ്നങ്ങളെ ഇരുട്ടിലാക്കും. ജീവിതത്തിൽ വിജയിച്ച, വലിയ ലക്ഷ്യങ്ങളുള്ള, നിങ്ങളെ എപ്പോഴും കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ പ്രചോദിപ്പിക്കുന്ന ആളുകളെ കണ്ടെത്തുക. അവരോടൊപ്പം നിങ്ങളുടെ സമയം ചെലവഴിക്കുക.
അവരുടെ പോസിറ്റീവ് ഊർജം അദൃശ്യമായി നിങ്ങളിലേക്കും പകർന്നുകിട്ടും. അവർ സംസാരിക്കുന്നത് വ്യക്തികളെക്കുറിച്ചായിരിക്കില്ല, മറിച്ച് ആശയങ്ങളെക്കുറിച്ചും പുതിയ സ്വപ്നങ്ങളെക്കുറിച്ചും അത് നേടിയെടുക്കാനുള്ള കഠിനമായ വഴികളെക്കുറിച്ചുമായിരിക്കും. അങ്ങനെയുള്ള മഹത്തായ സൗഹൃദങ്ങൾ നിങ്ങളുടെ ചിന്താശേഷിയെ കൂടുതൽ വിശാലമാക്കും. എന്നാൽ ഇത്തരത്തിലുള്ള നല്ല സുഹൃത്തുക്കളെ ഈ കാലഘട്ടത്തിൽ ലഭിക്കാൻ വളരെ പ്രയാസമാണ്. അങ്ങനെയെങ്കിൽ മോശം കൂട്ടുകെട്ടുകളിൽപ്പെട്ട് സ്വന്തം ജീവിതം നശിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് നല്ലതാണ് തികച്ചും തനിച്ചു നിൽക്കുന്നത്. ഏകാന്തത എന്നത് ഒരു ശാപമല്ല, അതൊരു വലിയ അനുഗ്രഹമാണ്. തനിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെത്തന്നെ ഏറ്റവും നന്നായി തിരിച്ചറിയുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നത് ആ ഏകാന്തതയിലാണ്. ഒരു വലിയ ജനക്കൂട്ടത്തിൽ അലിഞ്ഞുചേർന്ന് നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ ഏകാന്തതയിൽ ഒരു സിംഹത്തെപ്പോലെ ഒറ്റയ്ക്ക് തലയുയർത്തി നടക്കാൻ പഠിക്കുക. നിങ്ങളുടെ വലിയ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആ ഏകാന്തത നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഒരുപക്ഷേ തുടക്കത്തിൽ ഈ ഒറ്റപ്പെടൽ നിങ്ങൾക്ക് വലിയ വേദനയും സങ്കടവും നൽകിയേക്കാം. പക്ഷേ കാലം കഴിയുന്തോറും ആ ഒറ്റപ്പെടൽ നിങ്ങളുടെ ഏറ്റവും വലിയ മാനസിക കരുത്തായി മാറും. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കമ്പനി ആസ്വദിക്കാൻ തുടങ്ങും. സ്വയം സ്നേഹിക്കാനും സ്വന്തം വ്യക്തിത്വത്തിന്റെ മൂല്യം തിരിച്ചറിയാനും കഴിയുന്ന ഒരുവനെ ഈ ലോകത്തിന് ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല. അവൻ എവിടെ പോയാലും അവിടെ അവൻ തന്റേതായ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കും. ചുറ്റുമുള്ളവരുടെ അംഗീകാരത്തിനായി അവൻ ഒരിക്കലും കെഞ്ചുകയില്ല. കാരണം അവനെത്തന്നെ പൂർണ്ണമായി വിശ്വാസമാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്നത് നിങ്ങളുടെ നല്ല സ്വഭാവമാണ്. ആ സ്വഭാവത്തെ ഓരോ ദിവസവും വാർത്തെടുക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാടുകളാണ്. അതിനാൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ ഒരു മനോഹരമായ പൂന്തോട്ടം പോലെ സുഗന്ധം പരത്തുന്നതായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിലും ഏകാന്തതയെ സ്നേഹിക്കുന്നതിലും നാം വിജയിച്ചാലും നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയ ശത്രുവിനെ കീഴടക്കാതെ നമുക്ക് പൂർണ്ണമായ വിജയം നേടാൻ കഴിയില്ല. അവിടെയാണ് നിങ്ങളെ അസാമാന്യമായ ആകർഷണശക്തിയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്ന ആറാമത്തെ സുപ്രധാന ശീലം കടന്നുവരുന്നത്. സ്വയം അച്ചടക്കം പാലിക്കുക, അഥവാ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും ആഗ്രഹങ്ങളെയും പൂർണ്ണമായി നിയന്ത്രിക്കാൻ ശീലിക്കുക. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് പുറത്തുള്ള ഏതെങ്കിലും ഒരു യുദ്ധക്കളത്തിലല്ല, മറിച്ച് അവന്റെ സ്വന്തം മനസ്സിനുള്ളിലാണ്. തന്റെ ഉള്ളിലെ ആഗ്രഹങ്ങളോടും പ്രലോഭനങ്ങളോടും നിരന്തരം പൊരുതി ജയിക്കുന്നവനാണ് യഥാർത്ഥ വീരൻ. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ഒരു വലിയ സാമ്രാട്ടാണെങ്കിൽ പോലും സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അവന് കഴിഞ്ഞില്ലെങ്കിൽ അവൻ വളരെ വേഗം നശിച്ചുപോകുമെന്ന് ചാണക്യൻ തന്റെ തത്വങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അച്ചടക്കം എന്നത് പലർക്കും വളരെ ഭയപ്പെടുത്തുന്ന ഒരു വാക്കാണ്. കാരണം അത് എപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു എന്നാണ് ഭൂരിഭാഗം ആളുകളും തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ സത്യമതല്ല. യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അച്ചടക്കത്തിലൂടെ മാത്രമാണ്. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരുവൻ എപ്പോഴും അവന്റെ വികാരങ്ങളുടെയും സാഹചര്യങ്ങളുടെയും ഏറ്റവും വലിയ അടിമയായിരിക്കും. നമ്മുടെ മനസ്സിനെ അതിവേഗത്തിലോടുന്ന അശ്വങ്ങളെപ്പോലെയാണ് പണ്ടുള്ളവർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളാണ് ആ കുതിരകൾ. നമ്മുടെ ബുദ്ധി ആ കുതിരകളെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണും. ഒരു നിമിഷം ആ കടിഞ്ഞാൺ അയച്ചുവിട്ടാൽ ആ കുതിരകൾ അതിനിഷ്ടമുള്ള വഴിയിലൂടെ ഓടുകയും ഒടുവിൽ ആ രഥത്തെ ഒരു വലിയ കൊക്കയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. കണ്ണിന് കാണാൻ ഇമ്പമുള്ളതെല്ലാം കാണാൻ മനസ്സ് കൊതിക്കും. നാവിന് രുചിയുള്ളതെല്ലാം കഴിക്കാൻ തോന്നും. ശരീരത്തിന് എപ്പോഴും വിശ്രമിക്കാനായിരിക്കും താൽപ്പര്യം. ഈ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ നിങ്ങൾ അന്ധമായി സഞ്ചരിച്ചാൽ അത് നിങ്ങളെ വലിയൊരു തകർച്ചയിലാകും കൊണ്ടെത്തിക്കുക. ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാനും നമ്മളെ അലസന്മാരാക്കാനും ആയിരക്കണക്കിന് പ്രലോഭനങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഒരു നിമിഷത്തെ സന്തോഷം നൽകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിന്നാലെ പായുന്നവരാണ് ഇന്നത്തെ യുവതലമുറയിൽ ഭൂരിഭാഗവും. എന്നാൽ ആ നിമിഷനേരത്തെ സന്തോഷം കഴിഞ്ഞാൽ പിന്നെ ബാക്കിയാകുന്നത് വലിയൊരു ശൂന്യതയും കുറ്റബോധവും മാത്രമായിരിക്കും. ഇവിടെയാണ് അച്ചടക്കം ശീലിച്ച ഒരു വ്യക്തി മറ്റുള്ളവരിൽ നിന്നും വേറിട്ടു നിൽക്കുന്നത്. തനിക്കാവശ്യമില്ലാത്ത തന്റെ ലക്ഷ്യങ്ങളിൽ നിന്നും തന്നെ വ്യതിചലിപ്പിക്കുന്ന ഏത് കാര്യത്തോടും വളരെ കൃത്യമായി ഇല്ല എന്ന് പറയാനുള്ള വലിയൊരു മാനസിക കരുത്ത് അവൻ നേടിയെടുത്തിട്ടുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന 2 തരം വേദനകളുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് അച്ചടക്കം പാലിക്കുന്നതിന്റെ വേദന തിരഞ്ഞെടുക്കാം,
അല്ലെങ്കിൽ ഭാവിയിൽ ഒന്നും നേടാൻ കഴിയാതെ പോയതിന്റെ കുറ്റബോധം നൽകുന്ന വേദന അനുഭവിക്കാം. ഇതിൽ അച്ചടക്കത്തിന്റെ വേദനയ്ക്ക് വളരെ കുറച്ചു ഭാരം മാത്രമേയുള്ളൂ. അത് നിങ്ങളെ കൂടുതൽ കരുത്തനാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കുറ്റബോധത്തിന്റെ വേദന ഒരു വലിയ പർവ്വതം പോലെ നിങ്ങളുടെ നെഞ്ചിൽ കിടക്കും. അത് ജീവിതകാലം മുഴുവൻ നിങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലും. അതിരാവിലെ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന അലാറം അടിക്കുമ്പോൾ ഇനിയും കുറച്ചുനേരം കൂടി ഉറങ്ങാം എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് മന്ത്രിക്കും. അവിടെ ആ നിമിഷത്തിൽ നിങ്ങളെടുക്കുന്ന തീരുമാനമാണ് നിങ്ങളുടെ അന്നത്തെ ദിവസത്തെ നിയന്ത്രിക്കുന്നത്. മനസ്സിന്റെ പ്രലോഭനത്തിനു വഴങ്ങി നിങ്ങൾ വീണ്ടും ഉറങ്ങാൻ കിടന്നാൽ നിങ്ങളുടെ സ്വന്തം മനസ്സിനു മുന്നിൽ നിങ്ങൾ തോൽക്കുകയാണ്. ആ തോൽവി നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വലിയ രീതിയിൽ ഇല്ലാതാക്കും. എന്നാൽ ശരീരത്തിന്റെ മടിയെ വകഞ്ഞുമാറ്റി തണുപ്പിനെ വകവയ്ക്കാതെ നിങ്ങൾ ആ പുതപ്പ് വലിച്ചെറിഞ്ഞെഴുന്നേൽക്കുമ്പോൾ അവിടെ നിങ്ങൾ നേടുന്നത് നിങ്ങളുടെ ദിവസത്തിലെ ആദ്യത്തെ വിജയമാണ്. ആ ഒരൊറ്റ വിജയം ദിവസം മുഴുവൻ നിങ്ങളെ വലിയൊരു പോസിറ്റീവ് എനർജിയിൽ നിലനിർത്തും. ആരും കാണാത്ത സമയത്ത്, ആരും നിർബന്ധിക്കാതെ നിങ്ങൾ നിങ്ങൾക്കുവേണ്ടി ചെയ്യുന്ന ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വലിയ അച്ചടക്കമായി മാറുന്നത്. ഒരു ശില്പി വലിയൊരു കല്ലിൽ നിന്നും അതിമനോഹരമായ ഒരു ശില്പം കൊത്തിയെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ കല്ലിന്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഉളികൊണ്ട് കൊത്തിമാറ്റുമ്പോൾ ആ കല്ലിന് വലിയ വേദന അനുഭവപ്പെടുന്നുണ്ടാകും. എന്നാൽ ആ കഠിനമായ പ്രക്രിയയിലൂടെ കടന്നുപോയാൽ മാത്രമേ അതൊരു വിലപിടിപ്പുള്ള ശില്പമായി മാറുകയുള്ളൂ. നിങ്ങളുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലെ അലസത, ദുശ്ശീലങ്ങൾ, അനാവശ്യമായ ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം ആ കല്ലിലെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളാണ്. അച്ചടക്കമെന്ന ഉളികൊണ്ട് നിങ്ങളത് കൊത്തിമാറ്റുമ്പോൾ നിങ്ങൾക്ക് വലിയ വേദനയും ബുദ്ധിമുട്ടും അനുഭവപ്പെടും. സുഹൃത്തുക്കൾക്കൊപ്പം സമയം കളയാതെ ഇരുന്ന് പഠിക്കാനോ ജോലി ചെയ്യാനോ ശ്രമിക്കുമ്പോൾ, ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒഴിവാക്കി ആരോഗ്യകരമായത് തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാം നിങ്ങൾക്ക് വലിയ മടുപ്പു തോന്നും. എന്നാൽ ഓർക്കുക, നിങ്ങൾ നിങ്ങളെത്തന്നെ ഒരു വലിയ ശില്പമായി കൊത്തിയെടുക്കുകയാണ് ആ നിമിഷങ്ങളിൽ. ഈ വേദനകളിലൂടെ കടന്നുപോകാതെ ആർക്കും ഈ ലോകത്ത് വലിയൊരു വിജയം നേടാൻ കഴിയില്ല. അച്ചടക്കമില്ലാത്ത ഒരു കഴിവ് വെറുമൊരു പാഴായ സ്വപ്നം മാത്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭകൾ പോലും തങ്ങളുടെ കഴിവുകളെ രാഗിമിനുക്കിയത് കഠിനമായ അച്ചടക്കത്തിലൂടെയാണ്. ഒരു നദിക്ക് അതിരുകളില്ലെങ്കിൽ അത് ചുറ്റുമുള്ള ഗ്രാമങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു വലിയ പ്രളയമായി മാറും. എന്നാൽ ആ നദിക്ക് വ്യക്തമായ കരകളുണ്ടെങ്കിൽ അത് ഒഴുകുന്ന വഴികളിലെല്ലാം വലിയ ജീവൻ നൽകുകയും കൃഷിയിടങ്ങളെ ഫലഭൂയിഷ്ഠമാക്കുകയും ചെയ്യും. നിങ്ങളുടെ ഊർജ്ജത്തെയും കഴിവുകളെയും ഒഴുക്കിവിടാൻ കൃത്യമായ ഒരു ദിശയും അതിരുകളും നൽകുന്ന കരയാണ് നിങ്ങളുടെ ഈ സ്വയം നിയന്ത്രണം. അച്ചടക്കം ശീലിച്ച ഒരു വ്യക്തി ഒരു വലിയ സദസ്സിലേക്ക് കടന്നുവരുമ്പോൾ അവിടെ വലിയൊരു മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അയാളുടെ നടത്തത്തിലും സംസാരത്തിലും മറ്റാരിലും കാണാത്ത വലിയൊരു ആത്മവിശ്വാസമുണ്ടാകും. കാരണം അയാൾക്ക് സ്വന്തം വാക്കിന് വലിയ വിലയുണ്ട്. ഇന്ന് ഞാൻ ഇത് ചെയ്യും എന്ന് അയാൾ തീരുമാനിച്ചാൽ അത് തീർച്ചയായും അയാൾ ചെയ്തിരിക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ വാഗ്ദാനം മറ്റുള്ളവരോടല്ല, മറിച്ച് സ്വന്തം മനസ്സിനോടാണ്. ഈയൊരു സ്വഭാവം അയാൾക്ക് സമൂഹത്തിൽ വലിയൊരു വിശ്വാസ്യത നേടിക്കൊടുക്കും. മറ്റുള്ളവർ അയാളെ ഭയത്തോടെയല്ല, മറിച്ച് വലിയ ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. കാരണം സ്വന്തം ജീവിതത്തെ ഇത്രത്തോളം കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഏതു വലിയ പ്രതിസന്ധിയിലും തങ്ങളെ നയിക്കാൻ കഴിയും എന്ന് അവർക്ക് ഉറപ്പായിരിക്കും. ഈ ലോകത്ത് ആകർഷകത്വമെന്നത് വിലകൂടിയ വസ്ത്രങ്ങളോ സുഗന്ധദ്രവ്യങ്ങളോ അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതുകൊണ്ടാണ്. നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും അസാധാരണനാക്കുന്നതും നിങ്ങളുടെ ഈ ഉറച്ച സ്വഭാവമാണ്. ഒരു കൊടുങ്കാറ്റിലും ഉലയാത്ത ഒരു വിളക്കുപോലെ നിങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ഈ അച്ചടക്കത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് ഈ അച്ചടക്കം നിങ്ങൾ കെട്ടിപ്പടുക്കേണ്ടത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിലെല്ലാം മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല. എന്നാൽ തുടർച്ചയായ പരിശ്രമത്തിലൂടെ ഏതു വലിയ ദുശ്ശീലത്തെയും മാറ്റിയെടുക്കാനും നല്ല ശീലങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും സാധിക്കും. ഈ യാത്രയിൽ നിങ്ങൾ പലപ്പോഴും വീണുപോയേക്കാം. എന്നാൽ വീഴുന്നതിലല്ല, വീണിടത്തുനിന്നും കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കുന്നതിലാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയമിരിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കുമിടയിലുള്ള ആ വലിയ പാലമാണ് അച്ചടക്കം. ആ പാലം ശക്തമാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നടന്നെത്താൻ നിങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ല. ചാണക്യന്റെ കാലത്ത് ഒരു രാജാവിനെ വാർത്തെടുക്കുന്ന പരിശീലനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം നൽകിയിരുന്നത് ഈ അച്ചടക്കത്തിനാണ്.
കൊട്ടാരത്തിലെ സകല സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഒരു സാധാരണക്കാരനെപ്പോലെ ജീവിക്കാൻ അവരെ പഠിപ്പിച്ചു. വിശപ്പും ദാഹവും സഹിക്കാൻ, കഠിനമായ ചൂടും തണുപ്പും അതിജീവിക്കാൻ അവരെ പരിശീലിപ്പിച്ചു. കാരണം സ്വന്തം ദേഹത്തെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരുവന് ഒരിക്കലും ലക്ഷക്കണക്കിന് വരുന്ന പ്രജകളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന വലിയ സത്യം അവർക്കറിയാമായിരുന്നു. ഇന്ന് നമ്മൾ ആരും രാജാക്കന്മാരല്ലായിരിക്കാം, എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമ്മൾ തന്നെ ഭരിക്കുന്ന ഒരു സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യത്തിന്റെ പൂർണ്ണമായ അധികാരമുള്ള ചക്രവർത്തി നിങ്ങളാണ്. അവിടെയുള്ള ഓരോ കോശങ്ങളും ഓരോ ചിന്തകളും നിങ്ങളുടെ പ്രജകളാണ്. ആ പ്രജകൾ നിങ്ങൾക്ക് വിധേയരായിരിക്കണമെങ്കിൽ നിങ്ങളൊരു കരുത്തുറ്റ ഭരണാധികാരിയായി മാറണം. നിങ്ങളുടെ നിയമങ്ങൾ ആദ്യം നിങ്ങൾ തന്നെ പാലിക്കണം. നിങ്ങളുടെ ശരീരത്തിന്റെ ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് മുന്നിൽ നിങ്ങൾ അടിയറവു പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പരിഹസിക്കാൻ തുടങ്ങും. നാളെ മുതൽ തുടങ്ങാം, തിങ്കളാഴ്ച മുതൽ തുടങ്ങാം എന്നു പറയുന്നവർ ജീവിതത്തിൽ ഒരിക്കലും ഒന്നും തുടങ്ങാൻ പോകുന്നില്ല. മാറ്റം തുടങ്ങേണ്ടത് നാളെയല്ല, ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷം മുതലാണ്. നിങ്ങളുടെ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ് എന്നത് നിങ്ങളുടെ ചെറിയ മടികളെ ഇല്ലാതാക്കുക എന്നതാണ്. ഈ നിരന്തരമായ പോരാട്ടത്തിലൂടെ കടന്നുപോകുന്ന നിങ്ങളുടെ മനസ്സ് ഒരു വലിയ ഉരുക്കുപോലെ ശക്തമാകും. പിന്നീട് ലോകത്തൊരു ശക്തിക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. സ്വയം അച്ചടക്കത്തിലൂടെ സ്വന്തം മനസ്സിനെ ഒരു ഇരുമ്പുകോട്ട പോലെ സുരക്ഷിതമാക്കിയ ഒരു വ്യക്തിക്ക് നേരെ ജീവിതം എറിയുന്ന അടുത്ത വലിയ വെല്ലുവിളി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന വലിയ പ്രതിസന്ധികളാണ്. ജീവിതം എപ്പോഴും നാം ആഗ്രഹിക്കുന്നതുപോലെ ശാന്തമായി ഒഴുകുന്ന ഒരു നദിയല്ല. ചിലപ്പോൾ അത് അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റുകളായി നമ്മുടെ നേരെ ആഞ്ഞടിച്ചേക്കാം. അവിടെയാണ് നിങ്ങളെ അസാമാന്യമായ മാനസിക കരുത്തുള്ളവനാക്കുന്ന ഏഴാമത്തെ ശീലം ഏറ്റവും പ്രസക്തമാകുന്നത്. ഏതു വലിയ പ്രതിസന്ധിയിലും, എത്ര വലിയ സമ്മർദ്ദത്തിനു നടുവിലും തികഞ്ഞ ശാന്തത കാത്തുസൂക്ഷിക്കുക എന്നത്. മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം അവരിലൂടെ കടന്നുപോകുന്ന കഠിനമായ സമ്മർദ്ദങ്ങളുടെ നിമിഷങ്ങളാണ് എന്ന് പറയാറുണ്ട്. കാരണം സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ എല്ലാവരും വളരെ നല്ലവരായിരിക്കും, വളരെ ഉദാരമതികളായിരിക്കും. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടുപോകുമ്പോൾ, ആഗ്രഹിച്ചതിനെല്ലാം വിപരീതമായി കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ ഒരു വലിയ പരിഭ്രാന്തി ജനിക്കുന്നു. ആ നിമിഷത്തിൽ അവർ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് അവരുടെ വ്യക്തിത്വത്തിന്റെ യഥാർത്ഥ അളവുകോൽ. സമ്മർദ്ദം എന്നതിനെ ഭൂരിഭാഗം മനുഷ്യരും ഒരു വലിയ ഭയത്തോടെയാണ് കാണുന്നത്. നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർ ഭയം കൊണ്ട് നിലവിളിക്കാൻ തുടങ്ങുന്നുണ്ടാകാം. ആ നിമിഷത്തിൽ സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കുന്നത് തലച്ചോറുകൊണ്ടല്ല, മറിച്ച് ഭയം എന്ന വികാരം കൊണ്ടാണ്. ഭയം നമ്മെക്കൊണ്ടെടുപ്പിക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും നമ്മെ കൂടുതൽ വലിയ നാശത്തിലേക്കായിരിക്കും കൊണ്ടുചെല്ലുക. തീപിടിച്ച ഒരു വലിയ കെട്ടിടത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകളെ ഒന്ന് സങ്കൽപ്പിക്കുക. തീയുടെ ചൂടിനേക്കാൾ പരസ്പരം ചവിട്ടിമെതിച്ചും പരിഭ്രാന്തരായി ഓടിയുമാണ് പലരും അവിടെ ജീവൻ വെടിയുന്നത്. പ്രതിസന്ധികളിൽ സമചിത്തത നഷ്ടപ്പെടുന്ന മനുഷ്യന്റെ അവസ്ഥയും ഇതുതന്നെയാണ്. അവർ പരിഹാരത്തിനു പകരം പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. എന്നാൽ ഒരു കൊടുങ്കാറ്റിന്റെ കേന്ദ്രഭാഗത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഐ ഓഫ് ദി സ്റ്റോം എന്ന് വിളിക്കുന്ന ആ ചുഴലിക്കാറ്റിന്റെ കേന്ദ്രം തികച്ചും ശാന്തമായിരിക്കും. അതിനു ചുറ്റും വലിയ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ട് കാറ്റ് അതിശക്തമായി ആഞ്ഞടിക്കുമ്പോഴും ആ കേന്ദ്രബിന്ദുവിൽ യാതൊരു കുലുക്കവുമില്ലാത്ത വലിയൊരു നിശബ്ദതയുണ്ട്. പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും ആ കൊടുങ്കാറ്റിന്റെ കേന്ദ്രം പോലെ ആയിരിക്കണം. ചുറ്റും എന്തുതന്നെ സംഭവിച്ചാലും, ലോകം മുഴുവൻ നിങ്ങൾക്ക് എതിരായി തിരിഞ്ഞാലും, നിങ്ങളുടെ ഉള്ളിലെ ആ ശാന്തതയ്ക്ക് യാതൊരു കോട്ടവും തട്ടാൻ പാടില്ല. അസാമാന്യമായ ഈയൊരു ശാന്തത നിങ്ങളുടെ മുഖത്ത് കാണുമ്പോൾ നിങ്ങളെ വീഴ്ത്താൻ വന്ന വലിയ പ്രതിസന്ധികൾ പോലും ഒരു നിമിഷം പകച്ചുനിൽക്കും. ശത്രുക്കൾക്ക് നിങ്ങളുടെ ഈ നിശബ്ദത വലിയൊരു ഭയമായി മാറും. കാരണം എന്താണ് നിങ്ങളുടെ അടുത്ത നീക്കം എന്ന് പ്രവചിക്കാൻ അവർക്കൊരിക്കലും കഴിയില്ല. യുദ്ധക്കളത്തിൽ ഒരു രാജാവിന്റെ യഥാർത്ഥ കരുത്ത് അളക്കപ്പെടുന്നത് അയാളുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ എണ്ണം നോക്കിയല്ല, മറിച്ച് പരാജയം മുന്നിൽ കാണുന്ന ആ അതിനിർണായക നിമിഷത്തിൽ അയാളെടുക്കുന്ന തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശത്രുസൈന്യം നാലുപാടുനിന്നും വളയുമ്പോൾ, സ്വന്തം സൈനികർ ഭയന്നോടുമ്പോൾ പതറാതെ നിന്ന് ചിന്തിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വീരൻ. ഒരു യുദ്ധം ജയിക്കുന്നത് ആയുധങ്ങൾ കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ്. ആ ബുദ്ധി കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ മനസ്സ് വളരെ ശാന്തമായിരിക്കണം.
വെള്ളം കലങ്ങിമറിഞ്ഞു കിടക്കുമ്പോൾ അതിന്റെ അടിത്തട്ട് നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല. എന്നാൽ ആ വെള്ളം ശാന്തമാകുമ്പോൾ അതിലെ ഏറ്റവും ചെറിയ കല്ലുകൾ പോലും നമുക്ക് വളരെ വ്യക്തമായി കാണാം. സമ്മർദ്ദങ്ങളിൽപ്പെട്ട് കലങ്ങിമറിഞ്ഞ നിങ്ങളുടെ മനസ്സും ഇതുപോലെയാണ്. അവിടെ പരിഹാരങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങളുടെ കണ്ണുകളെ വികാരങ്ങളുടെ ഒരു കറുത്ത മൂടുപടം മറച്ചുപിടിച്ചിരിക്കുകയായിരിക്കും. എന്നാൽ നിങ്ങൾ ഒന്നടങ്ങി ദീർഘമായി ശ്വാസമെടുത്ത് മനസ്സിനെ ശാന്തമാക്കുമ്പോൾ അതുവരെ കാണാതിരുന്ന വലിയ പരിഹാരങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ തെളിഞ്ഞുവരുന്നത് നിങ്ങൾക്ക് കാണാം. പ്രശ്നങ്ങളെ ഒരു വലിയ പർവ്വതമായി കാണാതെ അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായി തിരിച്ചു മനസ്സിലാക്കാൻ ഈ ശാന്തത നിങ്ങളെ സഹായിക്കും. മറ്റുള്ളവർ നിങ്ങളുടെ ഈ സ്വഭാവത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വളരെ രസകരമായൊരു കാര്യമാണ്. മനുഷ്യർ എപ്പോഴും വലിയ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നവരാണ്. വലിയൊരു പ്രതിസന്ധി വരുമ്പോൾ, ഉദാഹരണത്തിന് നിങ്ങളുടെ തൊഴിലിടത്തിൽ വലിയൊരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അപ്രതീക്ഷിത ദുരന്തം സംഭവിക്കുമ്പോഴോ എല്ലാവരും വലിയ സങ്കടത്തിലും ഭയത്തിലുമായിരിക്കും. എന്തു ചെയ്യണമെന്നറിയാതെ അവർ പരസ്പരം കുറ്റപ്പെടുത്തുകയോ വിതുമ്പുകയോ ചെയ്യും. ആ സമയത്ത് കണ്ണുനീർ തുടച്ചുമാറ്റി യാതൊരു പരിഭ്രാന്തിയുമില്ലാതെ ഇനി എന്താണ് അടുത്തതായി ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ അവർ കാണുന്നു എന്ന് കരുതുക. അറിയാതെ തന്നെ അവരുടെ എല്ലാം മനസ്സിൽ അയാളോട് വലിയൊരു ആരാധനയും ബഹുമാനവും തോന്നും. അവർ അയാളെ തങ്ങളുടെ നേതാവായി, രക്ഷകനായി അംഗീകരിക്കും. കാരണം മനുഷ്യർ എപ്പോഴും വലിയ പ്രതിസന്ധികളിൽ തങ്ങൾക്ക് ചാരി നിൽക്കാൻ കഴിയുന്ന, തങ്ങൾക്ക് വലിയ ധൈര്യം നൽകുന്ന ഒരു വലിയ മരമായി മാറാൻ കഴിയുന്ന വ്യക്തികളെയാണ് തിരയുന്നത്. നിങ്ങളുടെ ഈ ശാന്തത നിങ്ങളെ അവർക്കിടയിൽ വലിയൊരു സ്വാധീനശക്തിയാക്കി മാറ്റും. ഇതാണ് യഥാർത്ഥ ആകർഷണീയത. വെറും വാക്കുകൾ കൊണ്ടോ വേഷം കൊണ്ടോ നേടാൻ കഴിയാത്ത വലിയൊരു ആധിപത്യം നിങ്ങളുടെ ഈ അചഞ്ചലമായ സ്വഭാവം നിങ്ങൾക്ക് നൽകും. നിങ്ങളൊന്നും സംസാരിച്ചില്ലെങ്കിൽ കൂടി നിങ്ങളുടെ ആ സാന്നിധ്യം തന്നെ അവർക്ക് വലിയൊരു ആശ്വാസമായി മാറും. ഈ വലിയ ശീലം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങളൊരു വലിയ സൂത്രവിദ്യ പഠിക്കേണ്ടതുണ്ട്. ഏതൊരു വലിയ പ്രശ്നം വരുമ്പോഴും അതിനോട് പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുക. ആ പ്രശ്നത്തിനും നിങ്ങളുടെ പ്രതികരണത്തിനുമിടയിൽ ഒരു ചെറിയ സമയമുണ്ട്. ആ സമയത്താണ് നിങ്ങളുടെ ബുദ്ധി ഉണർന്നു പ്രവർത്തിക്കേണ്ടത്. ഒരു ഫോൺ കോളിലൂടെ ഒരു മോശം വാർത്ത കേൾക്കുമ്പോൾ ഉടനെ തന്നെ നിലവിളിക്കാനോ ദേഷ്യപ്പെടാനോ ശ്രമിക്കാതെ കണ്ണുകളടച്ച് കുറച്ചു നിമിഷങ്ങൾ മൗനമായിരിക്കുക. ലോകം മുഴുവൻ ഇടിഞ്ഞു വീഴാൻ പോവുകയാണെങ്കിലും ആ ഒരു നിമിഷത്തെ മൗനം നിങ്ങളുടെ തലച്ചോറിന് വലിയൊരു ഊർജം നൽകും. ആ പ്രശ്നത്തിൽ നിന്നും നിങ്ങളെത്തന്നെ മാനസികമായി വേർപെടുത്തി മൂന്നാമതൊരാളെപ്പോലെ ആ പ്രശ്നത്തെ നോക്കിക്കാണുക. ഇത് എന്റെ പ്രശ്നമല്ല, മറ്റാരുടെയോ പ്രശ്നമാണ്, ഞാനിതിനൊരു പരിഹാരം നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളെ സ്വാധീനിക്കില്ല. വളരെ യുക്തിസഹജമായ തീരുമാനങ്ങളെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു ഡോക്ടർ രോഗിയുടെ അവസ്ഥ കണ്ട് കരയാൻ നിന്നാൽ അയാൾക്ക് ഒരിക്കലും ശരിയായ ചികിത്സ നൽകാൻ കഴിയില്ല. ഡോക്ടറുടെ ആ വലിയ വൈകാരിക അകൽച്ചയാണ് രോഗിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നിങ്ങളൊരു ഡോക്ടറെപ്പോലെ സമീപിക്കുക. ഈയൊരു മാനസികാവസ്ഥ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിന് വലിയൊരു ആന്തരികമായ പരിശീലനം ആവശ്യമാണ്. നിരന്തരമായ പരിശീലനത്തിലൂടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ശാന്തമായി നേരിട്ട് ശീലിച്ചുകൊണ്ട് മാത്രമേ വലിയ പ്രതിസന്ധികളിൽ പതറാതെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. വഴിയിൽ ചെറിയ തടസ്സങ്ങൾ വരുമ്പോൾ അതിനോട് ദേഷ്യപ്പെടാതെ ഒരു പുഞ്ചിരിയോടെ അതിനെ നേരിടാൻ ശ്രമിക്കുക. ട്രാഫിക്കിൽ കുടുങ്ങുമ്പോഴോ ആരെങ്കിലും നിങ്ങളെ അകാരണമായി വിമർശിക്കുമ്പോഴോ നിങ്ങളുടെ ഉള്ളിൽ ഉയരുന്ന കോപത്തെ ഒരു വലിയ ചിരികൊണ്ട് നേരിടുക. ആ ചെറിയ വിജയങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ 10 മടങ്ങ് വർദ്ധിപ്പിക്കും. നിങ്ങളുടെ മനസ്സ് ഒരു വലിയ ആയുധമാണ്. ആ ആയുധം നിങ്ങൾക്ക് നേരെ പ്രയോഗിക്കണോ അതോ നിങ്ങളുടെ ശത്രുക്കൾക്കും പ്രതിസന്ധികൾക്കും നേരെ പ്രയോഗിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ആയുധത്തിന് മൂർച്ച കൂട്ടുന്നത് ഈ ശാന്തതയിലൂടെയാണ്. സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ പഠിച്ച ഒരുവന് ലോകത്തൊരു കാര്യത്തെയും ഭയപ്പെടേണ്ടതില്ല. കാരണം അവനറിയാം, എന്തു സംഭവിച്ചാലും അതിനെ നേരിടാനുള്ള മാനസികമായ വലിയൊരു കരുത്ത് അവന്റെ ഉള്ളിലുണ്ട് എന്ന്. ഈ കരുത്താണ് നിങ്ങളെ ഒരു അസാധാരണനായ മനുഷ്യനാക്കി മാറ്റുന്നത്. പ്രതിസന്ധികളുടെ നടുവിൽ ശാന്തത പാലിക്കുന്ന വലിയൊരു മാനസികാവസ്ഥ നിങ്ങൾ സ്വന്തമാക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വലിയൊരു പരിവർത്തനം സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും. ആ വലിയ മാറ്റത്തിന്റെ സ്വാഭാവികമായ തുടർച്ചയാണ്
നിങ്ങളെ അസാമാന്യമായ ആകർഷണശക്തിയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്ന എട്ടാമത്തെയും ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ശീലം. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി അനാവശ്യമായ പ്രകടനങ്ങൾ നടത്തുന്നതിനു പകരം നിങ്ങളുടെ സ്വന്തം മൂല്യവും കർമ്മശേഷിയും വർദ്ധിപ്പിക്കുക എന്നത്. ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ നാം ചുറ്റുപാടും നോക്കിയാൽ ഒരു വലിയ ദുരന്തം നമുക്ക് കാണാൻ കഴിയും. എല്ലാവർക്കും മറ്റുള്ളവരുടെ മുന്നിൽ ശ്രദ്ധാകേന്ദ്രമാകണം. സമൂഹമാധ്യമങ്ങളിലെ വെറും നൈമിഷികമായ കയ്യടികൾക്കും അംഗീകാരങ്ങൾക്കും വേണ്ടി ആളുകൾ തങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ മറച്ചുവെച്ച് വെറും കോമാളികളെപ്പോലെ പെരുമാറുന്നു. വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചും ഇല്ലാത്ത വലിയ സന്തോഷങ്ങൾ അഭിനയിച്ചും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടത്തെയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. എന്നാൽ നിങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ വില കുറഞ്ഞ ശ്രദ്ധ പിടിച്ചുപറ്റുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒരു തെരുവിൽ നിന്ന് അലറിവിളിക്കുന്ന ഒരു ഭ്രാന്തനോട് ആളുകൾക്ക് പെട്ടെന്ന് ശ്രദ്ധ തോന്നും. എന്നാൽ ആ ശ്രദ്ധയ്ക്ക് യാതൊരു വിധത്തിലുള്ള ബഹുമാനവും അർഹിക്കുന്നില്ല. യഥാർത്ഥ ബഹുമാനവും ആകർഷകത്വവുമെന്നത് നിങ്ങൾ മറ്റുള്ളവരോട് ഇരന്നുവാങ്ങേണ്ട ഒന്നല്ല, മറിച്ച് നിങ്ങളുടെ അസാമാന്യമായ കഴിവുകൊണ്ടും വ്യക്തിത്വം കൊണ്ടും നിങ്ങൾ നേടിയെടുക്കേണ്ട ഒന്നാണ്. ശൂന്യമായ പാത്രങ്ങളാണ് എപ്പോഴും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നത് എന്ന് നാം എപ്പോഴും കേൾക്കാറുള്ള ഒരു വലിയ സത്യമാണ്. അതിൽ നിറയെ വെള്ളമുണ്ടെങ്കിൽ അത് യാതൊരു ശബ്ദവും പുറപ്പെടുവിക്കില്ല. മനുഷ്യരുടെ കാര്യത്തിലും ഇത് അക്ഷരം പ്രതി ശരിയാണ്. ഉള്ളിൽ യാതൊരു വിധത്തിലുള്ള കഴിവുകളോ അറിവോ ഇല്ലാത്ത ആളുകളായിരിക്കും എപ്പോഴും തങ്ങളെക്കുറിച്ച് വലിയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ എപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ തങ്ങളിലേക്ക് തിരിക്കാൻ വേണ്ടി വലിയ ശബ്ദത്തിൽ സംസാരിക്കുകയും അനാവശ്യമായി ഇടപെടുകയും ചെയ്യും. എന്നാൽ സ്വർണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. സ്വർണം തനിക്ക് വലിയ വിലയുണ്ടെന്ന് ആരോടും വിളിച്ചു പറയാറില്ല. അതിന് വലിയ ശബ്ദങ്ങളില്ല. അത് നിശബ്ദമായി അതിന്റെ പെട്ടിയിലിരിക്കുന്നു. എന്നാൽ അതിന്റെ വലിയ തിളക്കവും അമൂല്യമായ മൂല്യവും തിരിച്ചറിഞ്ഞ് മനുഷ്യർ അതിനെ തേടിച്ചെല്ലുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതവും ആ സ്വർണം പോലെയായിരിക്കണം. നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയേണ്ടതില്ല. ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി മാത്രം ഒരു കാര്യവും ചെയ്യാതിരിക്കുക. പകരം നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നിങ്ങളുടെ സ്വന്തം വളർച്ചയിലേക്ക് തിരിച്ചുവിടുക. അറിവ് സമ്പാദിക്കുന്നതിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലും നിങ്ങളുടെ സ്വഭാവത്തെ കൂടുതൽ ഉദാത്തമാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ആന്തരികമായ മൂല്യം വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികളിൽ ഒരു വലിയ മാറ്റം സംഭവിക്കും. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും വലിയൊരു പൂർണ്ണത ദൃശ്യമാകും. അപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ലോകം നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ആ ശ്രദ്ധ കേവലം ഒരു കൗതുകമല്ല, മറിച്ച് നിങ്ങളുടെ ആഴത്തിലുള്ള മൂല്യത്തോടുള്ള വലിയൊരു ആദരവായിരിക്കും. ഒരു സിംഹം താൻ കാട്ടിലെ രാജാവാണെന്ന് തെളിയിക്കാൻ വേണ്ടി കാടുമുഴുവൻ അലറിക്കൊണ്ട് ഓടി നടക്കാറില്ല. സിംഹത്തിന്റെ ആ വലിയ സാന്നിധ്യം തന്നെ കാട്ടിലെ മറ്റു മൃഗങ്ങൾക്ക് അറിയാൻ സാധിക്കും. സിംഹം നിശബ്ദനായി നടന്നുപോകുമ്പോൾ പോലും അതിന്റെ ഓരോ ചുവടുവെപ്പിലും വലിയൊരു അധികാരവും ആത്മവിശ്വാസവും പ്രകടമാണ്. നിങ്ങളുടെ വ്യക്തിത്വവും ഇതേപോലെയായിരിക്കണം. ഒരു സദസ്സിലേക്ക് നിങ്ങൾ കടന്നുവരുമ്പോൾ നിങ്ങൾ വലിയ ശബ്ദത്തിൽ സംസാരിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഭവപ്പെടണം. നിങ്ങളുടെ കണ്ണുകളിലെ തിളക്കവും നിങ്ങളുടെ ശാന്തതയും നിങ്ങൾ മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയും നിങ്ങളുടെ ഉള്ളിലെ വലിയ മൂല്യത്തെ വിളിച്ചോതുന്നതായിരിക്കണം. ഒരു യഥാർത്ഥ നേതാവിന് ഒരിക്കലും ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി കഷ്ടപ്പെടേണ്ടി വരില്ല. അയാളുടെ കഴിവുകളും അയാളുടെ പ്രതിസന്ധികളിലെ ഇടപെടലുകളും അയാളെ സ്വാഭാവികമായും ഒരു നേതാവാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ചാണക്യൻ എപ്പോഴും തന്റെ അനുയായികളോട് പറയാറുള്ള ഒരു കാര്യമുണ്ട്: രൂപം കൊണ്ടോ വേഷം കൊണ്ടോ അല്ല ഒരു മനുഷ്യൻ ബഹുമാനിക്കപ്പെടേണ്ടത്, മറിച്ച് അവന്റെ ഗുണങ്ങൾ കൊണ്ടാണ്. നിങ്ങളുടെ ബാഹ്യമായ സൗന്ദര്യം കുറച്ചു കാലത്തേക്ക് ചിലപ്പോൾ മറ്റുള്ളവരെ ആകർഷിച്ചേക്കാം. എന്നാൽ ആ സൗന്ദര്യത്തിനു പിന്നിൽ വലിയൊരു ശൂന്യതയാണെങ്കിൽ ആ ആകർഷണം വളരെ വേഗം വലിയൊരു വെറുപ്പായി മാറും. എന്നാൽ നിങ്ങളുടെ കർമ്മശേഷി, നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ വിവേകം എന്നിവയാണ് നിങ്ങളുടെ യഥാർത്ഥ ആഭരണങ്ങളെങ്കിൽ കാലം കഴിയുന്തോറും നിങ്ങളുടെ ശോഭ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആളുകൾ എപ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നവരെയാണ് തങ്ങളുടെ മാതൃകയായി സ്വീകരിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ സ്വന്തം കഴിവുകൾ വളർത്തുന്നതിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ഒരു മികച്ച പരിഹാരകനായി മാറുന്നു. മറ്റുള്ളവർ പരിഭ്രാന്തരായി നിൽക്കുന്നിടത്ത് നിങ്ങൾ വളരെ കൃത്യമായ ഉത്തരങ്ങൾ നൽകുന്നു. അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് വില കുറഞ്ഞ ഒരു ശ്രദ്ധയല്ല, മറിച്ച് മാറ്റാൻ കഴിയാത്ത വലിയൊരു അധികാരമാണ്.
ഒരു കോമാളിക്ക് സദസ്സിനെ മുഴുവൻ ചിരിപ്പിക്കാനും അവരുടെ ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചുപറ്റാനും കഴിയും. എല്ലാവരും അയാൾക്കു വേണ്ടി വലിയ കയ്യടികൾ നൽകും. എന്നാൽ ആ സദസ്സിലുള്ള ആരെങ്കിലും ആ കോമാളിയെ തങ്ങളുടെ റോൾ മോഡലായി കാണുമോ? ഒരിക്കലുമില്ല. കാരണം അയാളുടെ ആ പ്രകടനത്തിനു പിന്നിൽ വലിയൊരർത്ഥമില്ല. എന്നാൽ അതേ സദസ്സിൽ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ശാന്തനായിരിക്കുന്ന ഒരു രാജാവിനെ ആളുകൾ ഭയത്തോടെയും വലിയ ബഹുമാനത്തോടെയുമാണ് നോക്കുന്നത്. ജീവിതമെന്ന ഈ വലിയ നാടകത്തിൽ നിങ്ങളൊരു കോമാളിയാകണോ അതോ നിശബ്ദനായ രാജാവാകണോ എന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. വിലകുറഞ്ഞ അംഗീകാരങ്ങൾക്കു വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ അടിയറവ് പറയാതിരിക്കുക. ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കൂടി ഇരുട്ടിൽ തനിച്ചിരുന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കു വേണ്ടി കഠിനമായി പ്രയത്നിക്കുക. ആരും കാണാത്ത ആ വലിയ വിയർപ്പുതുള്ളികളാണ് നാളെ നിങ്ങളെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളെത്തന്നെ സ്നേഹിക്കാനും നിങ്ങളുടെ സ്വന്തം മൂല്യം തിരിച്ചറിയാനും തുടങ്ങുമ്പോൾ സമൂഹത്തിന് നിങ്ങളുടെ മേലുള്ള സ്വാധീനം പൂർണ്ണമായും ഇല്ലാതാകും. എനിക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വിലകൂടിയ കാറുകളോ വസ്ത്രങ്ങളോ ആവശ്യമില്ല. കാരണം എന്റെ യഥാർത്ഥ വില എന്റെ ബുദ്ധിയിലും എന്റെ അധ്വാനത്തിലുമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ആ നിമിഷം നിങ്ങൾ മാനസികമായി മറ്റൊരു വലിയ തലത്തിലേക്ക് ഉയരുകയാണ്. അങ്ങനെയുള്ള ഒരാളെ അപമാനിക്കാനോ കളിയാക്കാനോ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. കാരണം മറ്റുള്ളവരുടെ വാക്കുകൾക്ക് അയാളുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെ ഒരു തരിമ്പും ഇളക്കാൻ കഴിയില്ല. നിങ്ങൾ ശലഭങ്ങളെ പിടിക്കാൻ വേണ്ടി അവയുടെ പുറകെ ഓടിയാൽ അവ നിങ്ങളെ കബളിപ്പിച്ച് പറന്നകന്നുപോകും. എത്ര ഓടിയാലും നിങ്ങൾക്ക് അവയെ പിടിക്കാൻ കഴിഞ്ഞില്ലെന്നു വരാം. ഈ ശലഭങ്ങളാണ് മറ്റുള്ളവരുടെ ശ്രദ്ധയും അംഗീകാരവും. അതിനു പിന്നാലെ ഓടുന്നത് വിഡ്ഢിത്തമാണ്. പകരം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വന്തം പൂന്തോട്ടം മനോഹരമായി ഒരുക്കുക എന്നതാണ്. അതിൽ നല്ല സുഗന്ധമുള്ള പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുക, അവയ്ക്ക് എന്നും വെള്ളമൊഴിക്കുക, അതിലെ കളകൾ പറിച്ചുമാറ്റുക. നിങ്ങളുടെ പൂന്തോട്ടം പൂത്തുലഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾ വിളിക്കാതെ തന്നെ ആ ശലഭങ്ങൾ അവിടേക്ക് പറന്നുവരും. ഇതാണ് യഥാർത്ഥ ആകർഷണീയത. നിങ്ങളുടെ വ്യക്തിത്വമെന്ന വലിയ പൂന്തോട്ടത്തെ അറിവുകൊണ്ടും അച്ചടക്കം കൊണ്ടും ശാന്തത കൊണ്ടും മനോഹരമാക്കുക. അപ്പോൾ ഈ ലോകം മുഴുവൻ നിങ്ങളിലേക്ക് കാന്തികമായി ആകർഷിക്കപ്പെടും. മറ്റുള്ളവർക്ക് നിങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഒരു ചെറിയ നിഗൂഢത എപ്പോഴും നിങ്ങളുടെ വ്യക്തിത്വത്തിൽ കാത്തുസൂക്ഷിക്കുക എന്നതും ഈ മൂല്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. നിങ്ങളെക്കുറിച്ചുള്ള എല്ലാം മറ്റുള്ളവർക്ക് അറിയാമെങ്കിൽ പിന്നെ നിങ്ങളിൽ യാതൊരു പുതുമയുമില്ല. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ആഴത്തിലുള്ള ചിന്തകൾ എല്ലാം ശരിയായ സമയത്തു മാത്രം പുറത്തെടുക്കുക. പെട്ടെന്നൊരു പ്രതിസന്ധി വരുമ്പോൾ അതുവരെ ആരും കാണാത്ത നിങ്ങളുടെ ഒരു പുതിയ കഴിവ് ലോകം കാണുമ്പോൾ അവർ അക്ഷരം പ്രതി ഞെട്ടിപ്പോകും. അവർ നിങ്ങളെ പുതിയൊരു കണ്ണിലൂടെ നോക്കാൻ തുടങ്ങും. ഇയാളിൽ ഇനിയും നമ്മൾ അറിയാത്ത എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന തോന്നൽ അവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം 10 മടങ്ങ് വർദ്ധിപ്പിക്കും. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതെ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അവരെ അത്ഭുതപ്പെടുത്താൻ പഠിക്കുക. നിങ്ങളുടെ വാദങ്ങൾ ജയിക്കേണ്ടത് നിങ്ങളുടെ നാവിന്റെ ശക്തി കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ വിജയത്തിന്റെ തിളക്കം കൊണ്ടായിരിക്കണം. മൂല്യമുള്ള ഒരു വ്യക്തിത്വമായി മാറുക എന്നത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. അതിന് വലിയ ക്ഷമയും ഏകാഗ്രതയും ആവശ്യമാണ്. എന്നാൽ ഒരിക്കൽ നിങ്ങൾ ആ വലിയ മൂല്യം നേടിയെടുത്താൽ പിന്നെ ഈ ലോകത്ത് ഒരു ശക്തിക്കും നിങ്ങളെ താഴേക്ക് വലിച്ചിടാൻ കഴിയില്ല. നിങ്ങളുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് വലിയൊരു പ്രചോദനമായി മാറും. ഈ 8 ശീലങ്ങൾ കേവലം അറിവായി മാത്രം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചതുകൊണ്ട് ജീവിതത്തിൽ യാതൊരു പ്രയോജനവുമില്ല എന്ന് നിങ്ങൾ ആദ്യം തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു വലിയ യുദ്ധത്തിനു പോകുന്ന പടയാളിക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങൾ നൽകിയിട്ട് അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അവൻ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ യുദ്ധക്കളത്തിൽ ശത്രുക്കളുടെ മുന്നിൽ അവൻ നിസ്സഹായനായി മരിച്ചുവീഴും. അതുപോലെ തന്നെയാണ് അറിവും. കേട്ടറിഞ്ഞ കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് അത് യഥാർത്ഥ വിവേകമായി മാറുന്നത്. ഈ ശീലങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയെന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു സാധാരണ ഇരുമ്പുകഷ്ണം അതികഠിനമായ മൂർച്ചയുള്ള ഒരു വാളായി മാറുന്ന പ്രക്രിയ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടുനോക്കൂ. അത് ചുട്ടുപഴുത്ത വലിയ തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെടണം. അതിനുശേഷം വലിയ ഇരുമ്പു ചുറ്റികകൾ കൊണ്ട് അതിന്റെ മേൽ അതിശക്തമായി അടിക്കണം. വീണ്ടും അതിനെ തണുത്ത വെള്ളത്തിലേക്ക് മുക്കണം. ഈ കഠിനമായ വേദനകളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും നിരന്തരം കടന്നുപോകുമ്പോൾ മാത്രമാണ് ആ ഇരുമ്പുകഷ്ണം ആർക്കും എളുപ്പത്തിൽ വളക്കാനോ ഒടിക്കാനോ കഴിയാത്ത വലിയൊരു ആയുധമായി മാറുന്നത്. നിങ്ങളുടെ ജീവിതവും ഈ ഇരുമ്പുകഷ്ണം പോലെയാണ്.
ഈ 8 ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പഴയ വ്യക്തിത്വത്തിന് വലിയ വേദന അനുഭവപ്പെടും. നിങ്ങളുടെ അലസത, മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ അമിതമായ വിധേയത്വം, നിങ്ങളുടെ കോപം, ഇതെല്ലാം പൂർണ്ണമായും നശിച്ചുപോകുമ്പോൾ മാത്രമേ പുതിയൊരു വ്യക്തിത്വം അവിടെ ജനിക്കുകയുള്ളൂ. ഈ മാറ്റത്തിന്റെ പാത അതികഠിനമാണ്. എന്നാൽ ആ പാത ചെന്നെത്തുന്നത് വലിയൊരു സാമ്രാജ്യത്തിലേക്കാണ്. നിങ്ങൾ ഈ മാറ്റങ്ങളിലേക്ക് കടക്കുമ്പോൾ സമൂഹത്തിൽ നിന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും നിങ്ങളുടെ ഈ മാറ്റത്തെ തുടക്കത്തിൽ വലിയ പരിഹാസത്തോടെയായിരിക്കും നോക്കിക്കാണുക. മുൻപ് അവരോടൊപ്പം എല്ലാ ഗോസിപ്പുകളിലും പങ്കുചേർന്നിരുന്ന, അവർ പറയുന്നതിനൊക്കെ അന്ധമായി തലയാട്ടിയിരുന്ന നിങ്ങൾ പെട്ടെന്ന് മൗനം ശീലിക്കാൻ തുടങ്ങുമ്പോൾ അവർക്കത് വലിയൊരു അസ്വസ്ഥതയായി മാറും. നിങ്ങൾക്ക് വലിയ അഹങ്കാരമായി എന്ന് അവർ പറഞ്ഞു പരത്തും. നിങ്ങളവരെ മനഃപൂർവ്വം അവഗണിക്കുകയാണെന്ന് അവർ ചിന്തിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കുവേണ്ടി നിങ്ങൾ അച്ചടക്കത്തോടെ രാപകലില്ലാതെ കഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പഴയ കൂട്ടുകെട്ടുകൾ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചേക്കാം. ആ നിമിഷങ്ങളിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ഒരുപക്ഷെ മന്ത്രിച്ചേക്കാം, ഈ കഷ്ടപ്പാടുകളെല്ലാം ഉപേക്ഷിച്ച് പഴയതുപോലെ തന്നെ ജീവിക്കാമെന്ന്. മറ്റുള്ളവരുടെ അംഗീകാരത്തിനുവേണ്ടി സ്വന്തം സ്വപ്നങ്ങളെ ബലികഴിക്കാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പ്രേരിപ്പിക്കും. എന്നാൽ അവിടെയാണ് നിങ്ങളൊരു പാറ പോലെ ഉറച്ചു നിൽക്കേണ്ടത്. ഒരു ചിത്രശലഭം അതിന്റെ കൊക്കൂണിൽ നിന്നും പുറത്തുവരാൻ വലിയൊരു ഏകാന്തതയുടെയും ഇരുട്ടിന്റെയും വേദനയുടെയും കാലഘട്ടം കടന്നുപോകേണ്ടതുണ്ട്. ആ ഏകാന്തതയിൽ ഭയന്ന് അത് പുറത്തുവന്നില്ലെങ്കിൽ ഒരിക്കലും അതിന് ആകാശത്തേക്ക് പറക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒറ്റപ്പെടലും പരിഹാസവും ആ കൊക്കൂൺ കാലഘട്ടമാണ്. ഇത് താൽക്കാലികം മാത്രമാണ്. ഒരിക്കൽ നിങ്ങൾ വിജയത്തിന്റെ ആകാശത്തേക്ക് ചിറകുവിരിച്ചു പറക്കാൻ തുടങ്ങുമ്പോൾ ഇന്ന് നിങ്ങളെ പരിഹസിച്ചവർ തന്നെ നിങ്ങളെ നോക്കി കൈയടിക്കാൻ നിർബന്ധിതരാകും എന്നതാണ് കാലം കാത്തുവച്ചിരിക്കുന്ന കാവ്യനീതി. ചാണക്യന്റെ സ്വന്തം ജീവിതം തന്നെ ഇതിനൊരു വലിയ ഉദാഹരണമാണ്. ചരിത്രത്തിലെ താളുകൾ മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, നന്ദവംശത്തിന്റെ വലിയ രാജസദസ്സിൽ വെച്ച് ധനനന്ദൻ എന്ന അഹങ്കാരിയായ രാജാവ് ചാണക്യനെ പരസ്യമായി അപമാനിച്ചു പുറത്താക്കുന്ന ഒരു രംഗം. സാധാരണഗതിയിൽ ഒരാളാണ് ആ സ്ഥാനത്തെങ്കിൽ ഒന്നുകിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിയോടും, അല്ലെങ്കിൽ രാജാവിനോട് അപ്പോൾ തന്നെ കോപിച്ചു തർക്കിച്ചു സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തും. എന്നാൽ ചാണക്യനവിടെ തന്റെ വികാരങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ചു. അദ്ദേഹം തന്റെ കോപത്തെ ഒരു വലിയ ഇച്ഛാശക്തിയായി മാറ്റി. താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അദ്ദേഹം അപ്പോൾ ആരോടും വിളിച്ചു പറഞ്ഞില്ല. തന്റെ വലിയ പദ്ധതികൾ ഒരു ഇരുമ്പുകോട്ട പോലെ അദ്ദേഹം തന്റെ ഉള്ളിൽ രഹസ്യമായി സൂക്ഷിച്ചു. പിന്നീട് വർഷങ്ങളോളം വലിയ അച്ചടക്കത്തോടെ, ഒട്ടും ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കാതെ തന്റേതായ മൂല്യം അദ്ദേഹം കെട്ടിപ്പടുത്തു. തന്റെ ലക്ഷ്യത്തിലേക്കെത്താൻ അദ്ദേഹം നിരന്തരം പുതിയ തന്ത്രങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു. പ്രതിസന്ധികൾ വന്നപ്പോൾ പതറാതെ കാത്തുസൂക്ഷിച്ച ആ വലിയ ശാന്തതയാണ് പിന്നീട് ചന്ദ്രഗുപ്ത മൗര്യനെന്ന വലിയൊരു സാമ്രാട്ടിനെ സൃഷ്ടിക്കാനും നന്ദവംശത്തെ വേരോടെ പിഴുതെറിയാനും അദ്ദേഹത്തെ സഹായിച്ചത്. തന്റെ രൂപം കൊണ്ടോ വസ്ത്രങ്ങൾ കൊണ്ടോ അല്ല അദ്ദേഹം ചരിത്രത്തിൽ ആകർഷകനായത്, മറിച്ച് തന്റെ അസാമാന്യമായ മാനസിക കരുത്തും ഇച്ഛാശക്തിയും കൊണ്ടാണ്. ഈ വലിയ പാഠമാണ് ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടത്. നിങ്ങൾക്ക് നേരിടുന്ന ഓരോ അപമാനങ്ങളെയും ഓരോ പരാജയങ്ങളെയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള ഇന്ധനമാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയണം. മനുഷ്യന്റെ ആകർഷണീയതയുടെ ഏറ്റവും വലിയ രഹസ്യം കിടക്കുന്നത് ഒന്നിനോടുമുള്ള ഒട്ടിനിൽപ്പില്ലായ്മ അഥവാ ഡിറ്റാച്ച്മെന്റ് എന്ന വലിയ ഫിലോസഫിയിലാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം. നിങ്ങൾ എപ്പോഴാണ് മറ്റുള്ളവരുടെ കണ്ണിൽ ഏറ്റവും സുന്ദരനും ആകർഷകനുമായി മാറുന്നത്? നിങ്ങൾക്ക് അവരുടെ സ്നേഹമോ അവരുടെ ശ്രദ്ധയോ അവരുടെ അംഗീകാരമോ ഒട്ടും ആവശ്യമില്ല എന്ന് വരുമ്പോഴാണ്. ലോകത്തിന്റെ ഒരു വലിയ വിരോധാഭാസമാണിത്. നിങ്ങൾ എന്തിന്റെയെങ്കിലും പിന്നാലെ അത് വേണമെന്നാഗ്രഹിച്ചോടിയാൽ അത് നിങ്ങളിൽ നിന്നും കൂടുതൽ അകന്നുപോകും. എന്നാൽ നിങ്ങളതിനെ അവഗണിച്ച് നിങ്ങളുടെ സ്വന്തം കർമ്മങ്ങളിൽ പൂർണ്ണമായി മുഴുകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളെ തേടിവരും. ഒരു വ്യക്തി നിങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും അവരുടെ പിന്നാലെ പോയി കെഞ്ചുകയാണെങ്കിൽ നിങ്ങളുടെ വില അവിടെ ഇല്ലാതാകുകയാണ്. പകരം നിങ്ങളുടെ ആത്മാഭിമാനം കാത്തുസൂക്ഷിച്ച് നിങ്ങൾ ശാന്തമായി പിന്മാറുമ്പോൾ നിങ്ങളുടെ ആ വലിയ മനോഭാവം അവരെ വല്ലാതെ ചിന്തിപ്പിക്കും. അവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിക്കും. നിങ്ങളുടെ സന്തോഷമെന്നത് മറ്റൊരാളുടെ പ്രവൃത്തികളെയോ വാക്കുകളെയോ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം.
നിങ്ങളുടെ ഉള്ളിലെ ആഴത്തിലുള്ള സമാധാനത്തിൽ നിന്നുമാണ് യഥാർത്ഥ സന്തോഷം ജനിക്കുന്നത്. ഈയൊരു വലിയ മാനസികാവസ്ഥയിൽ എത്തിച്ചേർന്ന ഒരുവന്റെ മുഖത്ത് എപ്പോഴും ഒരു വലിയ തേജസ്സുണ്ടാകും. ആ തേജസ്സാണ് അവനിലേക്ക് ആയിരങ്ങളെ ആകർഷിക്കുന്നത്. ഓരോ പ്രഭാതത്തിലും നിങ്ങൾ ഉറക്കമുണരുമ്പോൾ ഈ 8 ശീലങ്ങളെ നിങ്ങളുടെ ഒരു അദൃശ്യമായ കവചമായി അണിയുക. നിങ്ങളുടെ മനസ്സിനെ അതിപവിത്രമായ ഒരു വലിയ ക്ഷേത്രമായി സങ്കൽപ്പിക്കുക. ആ ക്ഷേത്രത്തിലേക്ക് ചെളിപുരണ്ട കാലുകളുമായി കയറിവരാൻ നിങ്ങൾ ആരെയും അനുവദിക്കില്ലല്ലോ. അതുപോലെ തന്നെ നെഗറ്റീവ് ചിന്തകളുള്ള, നിങ്ങളെ എപ്പോഴും തളർത്താൻ ശ്രമിക്കുന്ന മനുഷ്യരെ നിങ്ങളുടെ മനസ്സിന്റെ അതിരുകൾക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക. പ്രതിസന്ധികൾ കൊടുങ്കാറ്റുപോലെ വരുമ്പോൾ ആ ക്ഷേത്രത്തിനുള്ളിലെ ശാന്തതയിൽ അഭയം പ്രാപിക്കുക. ദിവസങ്ങൾ കഴിയുന്തോറും നിങ്ങളുടെ ഈ പുതിയ ശീലങ്ങൾ നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞുചേരാൻ തുടങ്ങും. പിന്നെ നിങ്ങൾ ബോധപൂർവം ശ്രമിക്കാതെ തന്നെ നിങ്ങളുടെ പ്രവൃത്തികളിൽ ഒരു വലിയ രാജകീയത കടന്നുവരും. ഒരു മുറിയിലേക്ക് നിങ്ങൾ നടന്നു കയറുമ്പോൾ തന്നെ അവിടെയുള്ള ആളുകളുടെ സംസാരം നിലയ്ക്കുന്നതും അവർ അറിയാതെ തന്നെ നിങ്ങൾക്ക് വഴിമാറിത്തരുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നിങ്ങളുടെ ശരീരത്തിനോടുള്ള ഭയമല്ല, മറിച്ച് നിങ്ങളുടെ ആ വലിയ വ്യക്തിത്വത്തോടുള്ള ആദരവാണ്. നിങ്ങൾ വെറുമൊരു സാധാരണ മനുഷ്യൻ എന്നതിൽ നിന്നും ആർക്കും തൊടാൻ കഴിയാത്ത ഒരു പ്രതിഭാസമായി മാറുന്ന വലിയൊരു പരിവർത്തനമാണിത്. എന്നാൽ ഈ വലിയ ശക്തി ലഭിക്കുമ്പോഴും അങ്ങേയറ്റം വിനയം കാത്തുസൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം വലിയ മരങ്ങൾ എപ്പോഴും ഫലങ്ങൾ കൊണ്ട് നിറയുമ്പോൾ താഴേക്ക് കുനിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിലെ അറിവും കരുത്തും വർദ്ധിക്കുന്തോറും നിങ്ങളുടെ വിനയവും വർദ്ധിക്കണം. ആ വിനയം നിങ്ങളുടെ ആകർഷണീയതയ്ക്ക് വലിയൊരു കിരീടം ചാർത്തും. ഈ യാത്രയുടെ അവസാന പടവുകളിൽ നാം വന്നെത്തി നിൽക്കുമ്പോൾ ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങളുടെ സ്വന്തം ഉള്ളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. ഈ 8 ശീലങ്ങളിലൂടെ നാം കടന്നുപോയത് വെറുമൊരു അറിവിന്റെ ലോകത്തിലൂടെയല്ല, മറിച്ച് നിങ്ങളിലെ യഥാർത്ഥ വ്യക്തിത്വത്തെ, നിങ്ങളുടെ ആന്തരികമായ അനന്തമായ സാധ്യതകളെ തൊട്ടുണർത്തുന്ന ഒരു വലിയ അഗ്നിയിലൂടെയാണ്. ഈ നിമിഷം വരെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നത് ഇനിയൊരു വിഷയമല്ല. മറ്റുള്ളവർ നിങ്ങളെ എത്രത്തോളം പരിഹസിച്ചു, എത്രത്തോളം വേദനിപ്പിച്ചു, നിങ്ങളുടെ സ്വപ്നങ്ങളെ എത്രത്തോളം നിസാരമായി തള്ളിക്കളഞ്ഞു എന്നതൊന്നും നാളത്തെ നിങ്ങളുടെ വലിയ കുതിപ്പിനെ തടയാൻ പോകുന്നില്ല. കാരണം ഇന്നലെകളിലെ നിങ്ങളൊരു സാധാരണ മനുഷ്യനായിരുന്നുവെങ്കിൽ ഇന്നത്തെ നിങ്ങൾ സ്വന്തം മനസ്സിന്റെ കടിഞ്ഞാൺ കൈകളിലേന്തിയ ഒരു യഥാർത്ഥ പോരാളിയാണ്. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് പാറുന്ന ഒരു കരിയിലയല്ല നിങ്ങൾ, മറിച്ച് കാറ്റിനെ കീറിമുറിച്ച് മുന്നോട്ടു കുതിക്കുന്ന ഒരു കഴുകനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ചാണക്യൻ എന്ന മഹാനായ ആചാര്യൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിന്റെ മണ്ണിൽ കുറിച്ചിട്ട ഈ തത്വങ്ങൾ കാലത്തിന്റെ കുത്തൊഴുക്കിലും മായാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അത് മനുഷ്യന്റെ ബാഹ്യമായ അലങ്കാരങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, മറിച്ച് അവന്റെ ഉള്ളിലെ ആത്മാവിന്റെ തിളക്കത്തെക്കുറിച്ചാണ്. നമ്മൾ ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന വിലകൂടിയ കാറുകളോ, നമ്മൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളോ, നമ്മുടെ ബാങ്ക് ബാലൻസോ ഒന്നും ആരും ഓർക്കാൻ പോകുന്നില്ല. എന്നാൽ പ്രതിസന്ധികളുടെ ഇരുട്ടിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ നൽകിയ വലിയ ധൈര്യം, ഒരു പ്രശ്നത്തിൽ നിങ്ങളെടുത്ത തികച്ചും ശാന്തമായ തീരുമാനങ്ങൾ, മറ്റുള്ളവരെ നിങ്ങൾ കേൾക്കാൻ കാണിച്ച ആ വലിയ മനസ്സും മൗനവും, ഇതൊക്കെ കാലങ്ങൾ കഴിഞ്ഞാലും ജനങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ഇതിഹാസമായി നിലനിൽക്കും. നിങ്ങളുടെ വ്യക്തിത്വം അത്രത്തോളം ആഴത്തിൽ മറ്റുള്ളവരിൽ പതിഞ്ഞിട്ടുണ്ടാകും. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരവും ആകർഷണീയതയും ഇതുതന്നെയാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളുടെ സാന്നിധ്യത്തിൽ വലിയൊരു സമാധാനവും സുരക്ഷിതത്വവും അനുഭവിക്കുക എന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. ജീവിതത്തിൽ ഇതുവരെ ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരിക്കാം ജീവിച്ചത്. അവർക്ക് മുന്നിൽ നല്ലവനാകാൻ വേണ്ടി നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളെ നിങ്ങൾ പലപ്പോഴും ബലികഴിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ സങ്കടങ്ങൾ ആരും കാണാതിരിക്കാൻ ഒരു കള്ളച്ചിരി കൊണ്ട് നിങ്ങൾ മുഖം മൂടിയിട്ടുണ്ടാകാം. എന്നാൽ ഇനിയുള്ള നിങ്ങളുടെ ജീവിതം അങ്ങനെയല്ല. സ്വന്തം മനസ്സിനോട് സത്യസന്ധത പുലർത്താൻ നിങ്ങൾ പഠിച്ചുകഴിഞ്ഞു. നിങ്ങളുടെ രഹസ്യങ്ങൾ വലിയൊരു നിധി പോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും അനാവശ്യമായ പ്രലോഭനങ്ങളെയും വികാരങ്ങളെയും ശക്തമായി നിയന്ത്രിക്കാനും നിങ്ങൾക്കിപ്പോൾ കഴിയും. ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നടന്ന് ഏകാന്തതയുടെ ആ വലിയ ശക്തിയെ ഒരു അനുഗ്രഹമായി കാണാൻ തുടങ്ങിയ ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിൽ ഭദ്രമാണ്. ഇനി ആർക്കും നിങ്ങളെ മാനസികമായി തളർത്താൻ കഴിയില്ല. കാരണം നിങ്ങളുടെ വലിയ സന്തോഷങ്ങൾ പുറത്തുള്ള മനുഷ്യരിലോ വസ്തുക്കളിലോ അല്ല,
മറിച്ച് നിങ്ങളുടെ തന്നെ ഉള്ളിലെ ആഴത്തിലുള്ള ശാന്തതയിലാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകഴിഞ്ഞു. ഈ തിരിച്ചറിവാണ് ഒരാളെ യഥാർത്ഥത്തിൽ അജയ്യനാക്കുന്നത്. ഇരുമ്പുകോട്ട പോലെ ശക്തമായ ഈ മാനസികാവസ്ഥയിൽ നിങ്ങളെ നോക്കി പരിഹസിക്കുന്നവരോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നില്ല, മറിച്ച് ഒരുതരം സഹതാപമായിരിക്കും തോന്നുക. കാരണം അവരുടെ പരിമിതികളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. മഴ പെയ്യുമ്പോൾ സാധാരണ പക്ഷികളെല്ലാം എവിടെയെങ്കിലും മരപ്പൊത്തുകളിലോ മറ്റോ അഭയം പ്രാപിക്കാൻ ശ്രമിക്കും. എന്നാൽ കഴുകൻ ഒരിക്കലും മഴയെ ഭയന്ന് ഒളിക്കാറില്ല. മഴ മേഘങ്ങൾക്കും മുകളിലേക്ക് പറന്നുയർന്നുകൊണ്ട് അത് ആ മഴയെ അതിജീവിക്കുന്നു. പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുവരുമ്പോൾ നിങ്ങളുടെ സമീപനവും ഈ കഴുകനെപ്പോലെ ആയിരിക്കണം. പ്രശ്നങ്ങളെ കണ്ടു ഭയന്നോടുന്നതിനു പകരം അതിനും മുകളിലേക്ക് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള പാതയിൽ ഒരുപാട് കല്ലുകളും മുള്ളുകളുമുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ നിങ്ങളെ തള്ളിപ്പറഞ്ഞേക്കാം. സാമ്പത്തികമായ തകർച്ചകളുണ്ടായേക്കാം. അവിടെയെല്ലാം നിങ്ങളുടെ മനസ്സ് പതറാതെ പിടിച്ചു നിൽക്കണം. എത്ര വലിയ തോൽവിയിലും ശാന്തമായി പുഞ്ചിരിക്കാൻ കഴിയുന്ന ഒരുവനെ തോൽപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. ഈ ശാന്തതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. ഓരോ ദിവസവും പുതിയ അറിവുകൾ തേടിക്കൊണ്ട് സ്വയം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്നലത്തെ നിങ്ങളെക്കാൾ മികച്ച ഒരാളായിരിക്കണം ഇന്നത്തെ നിങ്ങൾ. മറ്റുള്ളവരുമായി ഒരിക്കലും നിങ്ങളെത്തന്നെ താരതമ്യം ചെയ്യരുത്. കാരണം ഓരോ മനുഷ്യന്റെയും ജീവിതം വ്യത്യസ്തമാണ്. അവരുടെ യുദ്ധങ്ങളും വ്യത്യസ്തമാണ്. നിങ്ങളുടെ യാത്ര നിങ്ങളുടേതു മാത്രമാണ്. മറ്റുള്ളവരിൽ നിന്നും ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള അനാവശ്യമായ തത്രപ്പാടുകൾ ഉപേക്ഷിക്കുക. പകരം നിങ്ങളുടെ സ്വന്തം മൂല്യം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വലിയൊരു പർവ്വതം അതിലേക്ക് നോക്കാൻ ആരോടും ആവശ്യപ്പെടുന്നില്ല. എന്നാൽ അതിന്റെ വലിയ ഗാംഭീര്യം കണ്ട് ദൂരദേശങ്ങളിൽ നിന്നുപോലും ആളുകൾ അത് കാണാൻ വരുന്നു. ആ പർവ്വതം പോലെ ഉന്നതമായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തിത്വവും. വാക്കുകൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാനും നിരീക്ഷിക്കാനും ശീലിക്കുക. നിങ്ങളുടെ നിശബ്ദതയ്ക്ക് വലിയൊരു അർത്ഥമുണ്ടെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. ഈ ഗുണങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണമായും അലിഞ്ഞുചേരുമ്പോൾ നിങ്ങളൊരു പുതിയ മനുഷ്യനായി പുനർജനിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുകളിലെ തിളക്കം, നിങ്ങളുടെ വാക്കുകളിലെ ആഴം, നിങ്ങളുടെ പ്രവൃത്തികളിലെ കൃത്യത, ഇതെല്ലാം കണ്ട് ലോകം അത്ഭുതപ്പെടും. അവർ നിങ്ങളിലേക്ക് ഒരു കാന്തം പോലെ ആകർഷിക്കപ്പെടും. ഈ മാറ്റം അത്ര എളുപ്പമല്ല, പക്ഷേ അത് അസാധ്യവുമല്ല. നിരന്തരമായ പരിശ്രമത്തിലൂടെ, ഉറച്ച അച്ചടക്കത്തിലൂടെ നിങ്ങൾക്കത് തീർച്ചയായും നേടിയെടുക്കാൻ സാധിക്കും. ഓർക്കുക, നിങ്ങളുടെ ജീവിതം ഒരു വലിയ ശില്പമാണ്. ആ ശില്പത്തിന് രൂപം നൽകേണ്ട ശില്പി നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ വലിയ പോരാളിയെ ഇന്നു തന്നെ ഉണർത്തുക. വിജയത്തിന്റെ വലിയ കൊടുമുടികൾ നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ട്. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ചെറിയൊരു അഗ്നിയെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ അഗ്നി കെട്ടുപോകാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഇതുപോലുള്ള കൂടുതൽ വലിയ ചിന്തകളും അറിവുകളും നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മളിലൂടെ കടന്നുപോകുന്ന ഈ വലിയ മാറ്റം മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകാൻ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ഇത്തരം അനുഭവങ്ങളും തീർച്ചയായും താഴെ കുറിക്കാൻ മറക്കരുത്. ഇത്തരം ആഴമേറിയതും ചിന്തിപ്പിക്കുന്നതുമായ കൂടുതൽ വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ കുടുംബത്തിന്റെ ഭാഗമാകുക. ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് നിങ്ങൾക്ക് നടന്നെത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.